ഇപ്പൊ നമ്മള് കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രിപ്പറേഷന്റെ പല സ്റ്റേജുകളിലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് വന്നു. സെപ്റ്റംബർ 24 നമ്മുടെ എക്സാം ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് സിലബസിൽ ഒരു വ്യത്യാസം, നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസമുള്ളൊരു സിലബസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. അതായത് നേരത്തെ ഉള്ള ഒരു സിലബസ് അല്ല, സിലബസിന്റെ ഒരു എന്താ പറയാ, ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടും സിലബസിന്റെ പേജുകളുടെ എണ്ണം കൂടിയപ്പോൾ തന്നെ ഒരുപക്ഷെ എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ സിലബസ് അനുസരിച്ച് നമ്മൾ ഹോർട്ടിക്കൾച്ചറിന്റെ ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പുതിയ സിലബസ് ഹോർട്ടിക്കൾച്ചർ, ഞാൻ എല്ലാ സബ്ജക്ട്സിന്റെയും കാര്യം പറയുന്നില്ല, മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ സബ്ജക്ട്സും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനിയും ഒരു എന്താ പറയുക 2-2.5 മാസം നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചതൊക്കെ നല്ല രീതിയിൽ നോക്കുക. ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളതും അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പഠിക്കാം. അപ്പൊ ഞാൻ ഹോർട്ടിക്കൾച്ചറിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ മുന്നേ ഉള്ള സിലബസിൽ നമ്മൾ മെയിൻ ആയിട്ടും എന്തൊക്കെയായിരുന്നു, പ്ലാന്റ് പ്രൊപ്പഗേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സ്, അങ്ങനെ മൊത്തത്തിലൊരു അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സെക്ഷൻ ആയിരുന്നില്ല. 10 മാർക്കായിരുന്നു വെയിറ്റേജ്. പക്ഷെ നമ്മുടെ പുതിയ സിലബസ് നോക്കുകയാണെങ്കിൽ 15 മാർക്കിനാണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അന്ന് ഹോർട്ടിക്കൾച്ചർ പഠിപ്പിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പറയുന്ന സിലബസിനോടൊപ്പം തന്നെ എല്ലാവരും PO ഇപ്പൊ നമുക്ക് PDF അവൈലബിൾ ആയിട്ടുള്ളത് 2016 വേർഷന്റെ PDF ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ 2024 പുതിയ POP ഇറങ്ങിയിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സെയിൽസ് കൗണ്ടറുകൾ അല്ലെങ്കിൽ തൃശ്ശൂർ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അത് വാങ്ങാനായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ആമസോണിൽ അത് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ വരുന്ന എക്സാമിന് പുതിയ POP അനുസരിച്ചാവാം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അപ്പൊ നമ്മുടെ പഴയ POPയിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഇപ്പം ഒരു ക്രോപ്പ് എടുക്കുകയാണെങ്കിൽ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തൊരു വെറൈറ്റിയോ അല്ലെങ്കിൽ ഒരു പുതുതായിട്ടുള്ള ഒരു മാനുവറിംഗ് റിക്വയർമെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് ആഡ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അതിന്റെ PDF വേർഷൻ നമുക്ക് അവൈലബിൾ അല്ല, പുതിയ POPയുടെ PDF അവൈലബിൾ അല്ല. പക്ഷെ പറ്റുമെങ്കിൽ എല്ലാവരും അത് വാങ്ങിക്കുക. ആമസോണിലൊക്കെ അവൈലബിൾ ആണ് POP. അത് വാങ്ങിച്ച് അത് കുറച്ചൊന്ന് നോക്കേണ്ടി വരും. കാരണം നമുക്ക് പുതുതായിട്ട് നമ്മുടെ സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നത് കുറേയധികം ക്രോപ്സ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ സിലബസിന്റെ ആ ഒരു എന്താ പറയുക പേജുകളുടെ എണ്ണം നോക്കുമ്പോൾ നേരത്തെ നമുക്ക് ഹോർട്ടിക്കൾച്ചർ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു 2-3 പേജ് ഹോർട്ടിക്കൾച്ചർ. പക്ഷെ അത് കണ്ട് പേടിക്കേണ്ട, കുറേയധികം ക്രോപ്സ് ആണുള്ളത്. ഈ ക്രോപ്സ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഫ്രൂട്ട് കൾച്ചർ, അതായത് നമ്മുടെ മൊഡ്യൂൾ 5 ആയിരുന്നു വരുന്നത്. മൊഡ്യൂൾ 5-ലാണ് ഹോർട്ടിക്കൾച്ചർ വരുന്നത്. അതിനകത്ത് 7 സബ് ഡിവിഷൻ ആയിട്ടാണ് ഹോർട്ടിക്കൾച്ചറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫ്രൂട്ട് കൾച്ചർ ആൻഡ് പ്രൊപ്പഗേഷൻ, അതിന്റെ ഒരു ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഓൾറെഡി നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ ബനാന തൊട്ട് ഓറഞ്ച്, മന്ദാരിൻ ഓറഞ്ച് വരെയുള്ള പേജ് ഒന്ന് വായിക്കാനായിട്ട്. അത് പറയാൻ കാരണം നമുക്കറിയാം, നമുക്ക് നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ അത് പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഓരോ ക്രോപ്പും അതിന്റെ സോയിൽ ആൻഡ് ക്ലൈമറ്റ്, അതിന്റെ റിക്വയർമെന്റ്സ്, മാനുവറിംഗ് റിക്വയർമെന്റ്സ്, വെറൈറ്റീസ്, സ്പേസിങ്, ഇതൊക്കെയാണ് എല്ലാ ക്രോപ്സിനും പോകുന്നത്. കമ്മിങ് ടു ലാസ്റ്റ് എന്താണ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് വരെ.
അപ്പൊ നമ്മൾ ഈ ഒരു മണിക്കൂറത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ക്രോപ്സും നമ്മൾ ഇങ്ങനെ എല്ലാത്തിന്റെയും മുഴുവൻ കൃഷി രീതി നമ്മൾ പഠിക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നമ്മളോട് ആരും വന്നിട്ട് ബനാന കൃഷി ചെയ്യുന്ന രീതി എഴുതാനോ അല്ലെങ്കിൽ വാഴ അല്ലെങ്കിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന രീതി എഴുതാനോ നമ്മളോട് ചോദിക്കില്ല. അപ്പൊ അതിന്റെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് പഠിച്ചു വെക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട പോയിന്റ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും POP ഒന്ന് വായിച്ചു വെക്കുക. വായിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വെറൈറ്റീസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള വെറൈറ്റീസ്, സ്പേസിങ്, എല്ലാത്തിന്റെയും മാനുവറിംഗ് റിക്വയർമെന്റ് ഇതൊക്കെ പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റ് ആക്കി തന്നെ പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഈ പറയുന്ന പേജ് ഇത്രയും ഭാഗം വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടാണ്. അതായത് നമുക്ക് കുറെ അധികം ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ നമുക്ക് തിയറിയും അങ്ങനെ ചേർത്തിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും POP. അപ്പൊ അറിയാവുന്ന ആൻസർ ആണെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ പറയുക. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്രോപ്പ് നമ്മുടെ ഫ്രൂട്ട് ക്രോപ്സ് POPയിൽ തുടങ്ങുന്നത് ബനാന, നമ്മുടെ വാഴ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ സോയിൽ ആൻഡ് ക്ലൈമറ്റ് ആണ് ആദ്യം പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഞാനിപ്പം ഒരു ഫസ്റ്റ് ക്രോപ്പ് എന്നുള്ള രീതിയിലാണ് ആ സോയിൽ ആൻഡ് ക്ലൈമറ്റിക് റിക്വയർമെന്റ്സ് അതിനകത്ത് POPയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആഡ് ചെയ്തിരിക്കുകയാണ്. ബനാന എന്ന് പറയുന്നത് ഇറ്റ് പ്രിഫേഴ്സ് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ലോ ലാൻഡ്സ് ആൻഡ് ഇറ്റ്സ് ഗ്രോൺ ഫ്രം ദ sea level to 1000 meter above mean sea level. അപ്പൊ അതൊരു ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമാറ്റിക് റീജിയനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പാണ്, നമുക്കറിയാം. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഗ്രോൺ അറ്റ് എലവേഷൻസ് അപ് ടു 1200 meter, ബട്ട് അറ്റ് ഹയർ എലവേഷൻസ് ഗ്രോത്ത് ഈസ് പുവർ. ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇത്രയും, അതായത് ഈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറ്റോ ഓൾട്ടിറ്റ്യൂഡോ ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇത് ജനറൽ ആയിട്ട് ഇതിന്റെ കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ദെൻ സോയിൽ എന്ന് പറയുന്നത് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ഗുഡ് ഫെർട്ടിലിറ്റി ഉള്ള നല്ല സോയിൽ ആയിരിക്കണം. നല്ല എന്താ പറയുക അഷ്യൂർഡ് സപ്ലൈ ഓഫ് മോയ്സ്ചർ ആർ ബെസ്റ്റ് സ്യൂട്ടഡ്. ഓക്കെ. അടുത്തത് സീസൺ ആണ്. സീസൺ നമുക്കറിയാം ഇത് പ്രധാനമായിട്ട് നമുക്ക് റെയിൻഫെഡ് ക്രോപ്പ് ആയിട്ടും അതുപോലെ തന്നെ ഇറിഗേറ്റഡ് ക്രോപ്പ് ആയിട്ടും. റെയിൻഫെഡ് ക്രോപ്പ് ആണെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളും, ഇറിഗേറ്റഡ് ക്രോപ്പ് ആണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ. ഇത് അതുപോലെ തന്നെ POPയിലുണ്ട്. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം അവോയ്ഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൗട്ട് ഡ്യൂറിംഗ് ബഞ്ച് ഡെവലപ്മെന്റ്. നമുക്ക് വാഴയിൽ നമുക്ക് എന്താണ് വാഴ കുലയ്ക്കുന്ന സമയം ബഞ്ച് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറോ അതുപോലെ തന്നെ ഡ്രൗട്ടോ വെള്ളത്തിന്റെ പ്രശ്നമോ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് നോക്കുകയാണ്. അപ്പൊ POPയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൂടെ നമ്മുടെ ചില ക്വസ്റ്റ്യൻസിൽ വരും. അത് നമുക്ക് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്യാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും 2016 PDF ആയിരിക്കും കുറച്ച് പേരെങ്കിലും നോക്കിയിട്ടുണ്ടാവുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി പുതിയ POP ഉണ്ട്. അപ്പൊ ഞാൻ ആ പുതിയ POPയുടെ ബേസിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എക്സ്ട്രാ പുതിയ POPയിൽ ആഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ POP പക്ഷെ ഇപ്പൊ കയ്യിലില്ലാത്തവർക്കും അത് ഹെൽപ്ഫുൾ ആവും. പഴയ POPയിൽ നിന്ന് എന്താണോ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബനാന റിസർച്ച് സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ബനാന റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ A കണ്ണാറ, ഓപ്ഷൻ B ട്രിച്ചി, ദെൻ ഓപ്ഷൻ C പാമ്പാടുംപാറ, ദെൻ D വാഴക്കുളം. ഏതാണ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, എവിടെയാണ് ബനാന റിസർച്ച് സ്റ്റേഷൻ ഉള്ളത്? കണ്ണാറ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ ഈസ് കണ്ണാറ. അതായത് നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു റിസർച്ച് സ്റ്റേഷൻ ആണ് ബനാന റിസർച്ച് സ്റ്റേഷൻ. അത് തൃശ്ശൂര് മണ്ണുത്തിക്ക് അടുത്തുള്ള കണ്ണാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഓപ്ഷൻ B ഒന്ന് നോക്കണം. ഓപ്ഷൻ B നമ്മൾ തൃച്ചി പറയുന്നത്. ഈ തൃച്ചി എന്ന് പറയുന്നത് ബനാനയുടെ ക്രോപ്പ്. നമുക്ക് ഫ്രൂട്ട് ക്രോപ്സിനകത്ത് ഓരോ ക്രോപ്സിനും സ്പെസിഫിക് ആയിട്ട് റിസർച്ച് നടക്കുന്ന കുറച്ച് സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ NRC എന്ന് പറയുന്നത്, അതായത് നാഷണൽ റിസർച്ച് സെന്റർ. അപ്പൊ അത് ബനാനയുടെ നാഷണൽ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ബനാന റിസർച്ച് സ്റ്റേഷന് പകരം NRC ഫോർ ബനാന എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് തൃച്ചി. അത് തൃച്ചിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പാമ്പാടുംപാറ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാമ്പാടുംപാറയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്പിന്റെ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാണെന്നറിയാവോ? പാമ്പാടുംപാറ എവിടെയാണ്? ഇടുക്കി കട്ടപ്പനയ്ക്കടുത്താണ് പാമ്പാടുംപാറ. അവിടെ ഇപ്പൊ ഏത് ക്രോപ്പ് ആയിരിക്കും? ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി, ഏത് ക്രോപ്പിന്റെ റിസർച്ച് സ്റ്റേഷൻ ആയിരിക്കും? കാർഡമം. യെസ്, കാർഡമം റിസർച്ച് സ്റ്റേഷൻ, CRS കാർഡമം റിസർച്ച് സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് പാമ്പാടുംപാറ. അതും നമ്മുടെ KUവിന്റെ കീഴിൽ വരുന്നത്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു റിസർച്ച് സ്റ്റേഷനാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2015 നിങ്ങളുടെ അസിസ്റ്റന്റിന്റെ എക്സാം 2017-15 എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് കാർഡമം റിസർച്ച് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. അടുത്തത് ഓപ്ഷൻ D നോക്കിയേ, വാഴക്കുളം.
വാഴക്കുളം നമ്മൾ ഈ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമല്ലാതെ ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇപ്പം ഇതിനകത്ത് CRS പാമ്പാടുംപാറ പറഞ്ഞതുപോലെ ഇനി വാഴക്കുളത്ത് ഏത് ക്രോപ്പിന്റെ രജിസ്ട്രേഷൻ ആണ്? വാഴക്കുളം. വാഴക്കുളം എന്ന് കേൾക്കുമ്പോഴേ ഒരു ക്രോപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരും. ഏതാണ്? പൈനാപ്പിൾ. യെസ്, പൈനാപ്പിൾ. PRS, അതായത് പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് വാഴക്കുളം. രണ്ടിടത്തുണ്ട്, വെള്ളാനിക്കരയുണ്ട്, അതുപോലെ തന്നെ വാഴക്കുളത്തുണ്ട്. വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫേമസ്. ഓക്കെ, വാഴക്കുളം എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് പൈനാപ്പിൾ ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും അല്ലാണ്ട് നമുക്ക് 3 ആൻസേഴ്സ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനും 3 ആൻസർ കൂടെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ MCQ ബേസിൽ മാക്സിമം പോയിന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷെ നമുക്ക് ഇതിങ്ങനെ ഓരോ ഗ്രൂപ്പ് ഞാൻ ഇരുന്നിട്ട് അതിന്റെ ക്ലൈമറ്റ് ഇതാണ്, ഫെർട്ടിലൈസർ റിക്വയർമെന്റ് ഇതാണ്, ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇറ്റ്സ് വെരി ബോറിംഗ്. എനിക്ക് പറയാനും ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് കേൾക്കാനും ബോറിംഗ് ആയിരിക്കും. ഓക്കെ, so next question എന്ന് പറയുന്നത് which of the following variety of banana is suitable for high range region? ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈ റേഞ്ച് റീജിയനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഹൈ റേഞ്ച് റീജിയൻ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. പാളയംകോട്, ഞാലിപ്പൂവൻ, ബോട്ട്ലെസ് അൾട്ടാഫോർട്ട്, റോബസ്റ്റ. ഏതാണ്? ബോട്ട്ലെസ് അൾട്ടാഫോർട്ട്. യെസ്, ബോട്ട്ലെസ് അൾട്ടാഫോർട്ട്. അപ്പൊ എല്ലാവരും POP ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും POP ഉണ്ടാവും, ഓൾറെഡി ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ഒരു ഈ സമയത്ത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ഒരു തവണ നമ്മൾ ഈ നോട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ വായിച്ചു നോക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ സംഭവം കുറച്ചൊന്ന് രജിസ്റ്റേർഡ് ആവും നമ്മുടെ മൈൻഡിലേക്ക്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ? ആൻസർ ഈസ് ബോട്ട്ലെസ് അൾട്ടാഫോർട്ട്. അപ്പൊ ഹൈ റേഞ്ച് റീജിയനിൽ POP വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ദ വെറൈറ്റി ബോട്ട്ലെസ് അൾട്ടാഫോർട്ട് ഇസ് റെക്കമെൻഡഡ് ഫോർ ഹൈ റേഞ്ച് റീജിയനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ബനാന നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബനാനയുടെ സയന്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട് വെഴ്സ സ്പീഷീസ്. അതുപോലെ തന്നെ നമ്മളിപ്പം സോയിൽ ആൻഡ് ക്ലൈമറ്റ് പറഞ്ഞു, സീസൺ പറഞ്ഞു, ആ ഒരു ഓർഡർ തന്നെ പോകുന്നു. അടുത്ത വെറൈറ്റീസ് വരുമ്പോഴത്തേക്കും കുറച്ചധികം വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബനാനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നേന്ത്രൻ പഴം വരും, പാളയംകോടൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, ഇതൊക്കെ വെറൈറ്റീസ് ആണ്. അപ്പൊ നേന്ത്രന്റെ കുറച്ച് ക്ലോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നെടുനേന്ത്രൻ, ചെങ്ങാലിക്കോടൻ, മഞ്ചേരി നേന്ത്രൻ. അപ്പൊ ആ വെറൈറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, അപ്പം എല്ലാ ക്രോപ്സിലും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. അതായത് നമുക്ക് ഒരുപാട് ക്രോപ്സ് ഉണ്ട്. ഈ ക്രോപ്സിന്റെ ഒക്കെ വെറൈറ്റീസ് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കുറെ തവണ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് രജിസ്റ്റേർഡ് ആകും. അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, നമ്മുടെ തന്നെ കൈപ്പിടിയിൽ നമ്മൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു എല്ലാ ആഴ്ചയും ഒരു ദിവസവും നിർത്തി ഷോർട്ട് നോട്ട്സ് ഒക്കെ മറച്ചു നോക്കി പലതവണ നമ്മളിത് കണ്ട് നമുക്ക് നല്ല പരിചയം വരും. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ culinary വെറൈറ്റി ഓഫ് ബനാന? ഏതാണ് culinary വെറൈറ്റി? സോറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ culinary വെറൈറ്റി ഓഫ് ബനാന എന്ന ഉദ്ദേശം നോട്ട് എ ആയിപ്പോയി. അത് ഞാൻ ചേഞ്ച് ചെയ്തേക്കാം. ഇതിനകത്ത് ഏതാണ് culinary വെറൈറ്റി ഓഫ് ബനാന? നോട്ട് എ അല്ല, culinary വെറൈറ്റി ആയിട്ടുള്ള ബനാന വാഴയുടെ culinary വെറൈറ്റി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. മുന്തൻ, ബത്തീസ, പൊക്ലു ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. ഏതാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടതിനകത്ത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഞാനത് മാറ്റിയേക്കാം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ culinary വെറൈറ്റി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ culinary വെറൈറ്റി ഓഫ് ബനാന എന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ ആൻസർ ആക്ച്വലി ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഐ എം സോ സോറി, അതിനകത്തൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ അത് ചേഞ്ച് ചെയ്തേക്കാം കേട്ടോ. അതായത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ 2016 PDF ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വെറൈറ്റിയാണ് കണ്ടു പരിചയമില്ലാത്തത്? ഏത് വെറൈറ്റിയാണ്? മുന്തൻ, ബത്തീസ 2016 POP ഉണ്ടായിരുന്നോ? POP വായിച്ചോ എല്ലാവരും? ആരും ഇല്ലേ? POP വായിച്ചപ്പോ culinary വെറൈറ്റീസിനകത്ത് ഏതൊക്കെ വെറൈറ്റീസ് ഈ ഓപ്ഷൻസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്? മുന്തനും ബത്തീസ. ഈ ഓപ്ഷൻ സി കണ്ടിട്ടുണ്ടായിരുന്നോ? കൊക്കുലു എന്ന് പറയുന്ന ഒരു വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല. ഇല്ല. അപ്പൊ 2016 POP കൊക്കുലു എന്ന് പറയുന്ന ഈ വെറൈറ്റി കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ പുതിയ POP അത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് കംസ് അണ്ടർ ഏത് ഗ്രൂപ്പാണ്? culinary വെറൈറ്റിയിൽ വരുന്ന ഈ ഒരു ക്വസ്റ്റ്യനകത്തൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ അത് ചേഞ്ച് ചെയ്തേക്കാം. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരേണ്ടത്. എല്ലാം തന്നെയും culinary വെറൈറ്റീസ് ആണ്. ഓക്കെ, അതായത് POP നമ്മുടെ പഴയതിൽ നിന്ന് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി വരുന്നത് ഈ പൊക്കുലു വെറൈറ്റി ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അടുത്തത്
ഇനി കുറച്ച് വെറൈറ്റീസ് ഞാൻ അല്ലാണ്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇന്റർ ക്രോപ്പ്, നമുക്ക് ഇടവിളയായിട്ട്, ഇപ്പം ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന, അതായത് കോക്കനട്ട് പ്ലാന്റേഷൻസിലൊക്കെ നമുക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റീസ് ആയി കൊടുത്തിരിക്കുന്നത്. അതായത് ഞാലിപ്പൂവൻ, റോബസ്റ്റ, കൂമ്പില്ല കള്ളൻ, BRS 1 and 2 എന്ന് പറയുന്നത് ബനാന റെസിസ്റ്റേഷൻ കണ്ണാറിൽ നിന്ന് റിലീസ് ചെയ്ത ഹൈബ്രിഡ്സ് ആണ്. ദെൻ റെയിൻഫിഡ് ആൻഡ് റക്യൂൺ ക്രോപ്പ്, നമുക്കറിയാം എന്താണ്, നമ്മൾ റക്യൂണിൽ നടത്തും ബനാനയിൽ, വീണ്ടും നമ്മൾ അതിൽ നിന്ന് തന്നെ അടുത്ത ക്രോപ്പ് റേസ് ചെയ്തിട്ട് റക്യൂണിൽ. അപ്പൊ റെറ്റൂണിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് ഞാലിപ്പൂവൻ, പാളയംകോടൻ, മൈസൂർ പൂവൻ. അതുപോലെ തന്നെ ഇനി ബഞ്ചി ടോപ്പ്, പ്രധാനപ്പെട്ട കുറച്ച് ഡിസീസസ് ഉണ്ട്, രോഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബനാനിൽ. നമുക്കിനി വരുന്ന സ്ലൈഡിൽ അത് ഡിസ്കസ് ചെയ്യാം. ബെഞ്ചി ടോപ്പ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്, വൈറൽ ഡിസീസ് ആണ്, അത് എഫിഡ്സ് ആണ് പരത്തുന്നത്. അപ്പൊ അതിന് ടോളറന്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് കാഞ്ചികേള, ഞാലിപ്പൂവൻ, കർപ്പൂരവൻ. അപ്പൊ ഏകദേശം ഞാലിപ്പൂവൻ അത്യാവശ്യം കുറെ അടുത്ത് വരുന്നുണ്ട്, റെക്യൂമിന് വരുന്നുണ്ട്, ഇന്റർ ക്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ബെഞ്ചി ടോപ്പ് ഡിസീസിന് ടോളറന്റ് ആണ്. ഇനി അടുത്ത പനാമ വിൽറ്റ്, പനാമ വാട്ടം എന്ന് പറയുന്നൊരു രോഗമുണ്ട്, അതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് റോബസ്റ്റ, പാളയംകോടൻ, നേന്ത്രൻ. ഇതെല്ലാം പനാമ വിൽറ്റ് റെസിസ്റ്റന്റ് ആണ്. പക്ഷെ ഞാലിപ്പൂവൻ അവിടെ ഇല്ല. ഞാലിപ്പൂവൻ ഈ അസുഖം വരാൻ, അതായത് സസെപ്റ്റബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്കിപ്പോ ഈ നമ്മൾ എല്ലാ വെറൈറ്റീസ് ഇരുന്ന് കാണാതെ പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രത്യേകത ഉള്ളത്, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ കോക്കനട്ട് പ്ലാന്റേഷനിൽ ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ബനാന വെറൈറ്റീസ് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർ ക്രോപ്പ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസ് നമ്മൾ പഠിക്കുമ്പോൾ ഇന്റർ ക്രോപ്പ് ആയിട്ട് കോമൺലി കൾട്ടിവേറ്റ് ചെയ്ത വെറൈറ്റീസ് ഏതാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി സ്പേസിംഗ് ആണ്. അപ്പൊ നമ്മൾ സോയിലും ക്ലൈമറ്റും എല്ലാം കഴിഞ്ഞ് വെറൈറ്റീസ് കഴിഞ്ഞ് ദെൻ മൂവിങ് ഓൺ ടു ദ സ്പേസിംഗ്. അപ്പൊ സ്പേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ വെറൈറ്റീസിനും പ്രത്യേകം സ്പേസിംഗ് ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ചൂസ് ദ ഇൻകറക്റ്റ് പെയർ റിഗാർഡിംഗ് സ്പേസിംഗ്. സ്പേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് പെയർ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ POP നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? പൂവൻ 2/2.1/2.1 എല്ലാം മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നേന്ത്രനാണെങ്കിൽ 3/3, റോബസ്റ്റ 2.4/1.8, പാളയംകോടൻ 2.1/2.1. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? നേന്ത്രൻ 3/3. നേന്ത്രൻ 3/3. അപ്പൊ നേന്ത്രന്റെ സ്പേസിംഗ് എത്രയാ? 2/2. 2 × 2 ആണ് നേന്ത്രന്റെ സ്പേസിംഗ്. നമുക്ക് റെക്കമെൻഡഡ് സ്പേസിംഗ് എന്ന് പറയുന്നത് 2/2 ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്പേസിംഗ് നമുക്ക് ഇതിനകത്തൊരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് ഓരോ വെറൈറ്റിയും അതിന്റെ സ്പേസിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സക്കേഴ്സ് അത്തരത്തിൽ നമുക്ക് ഒരു ഹെക്ടറിൽ എത്ര സക്കേഴ്സ്, ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലത്തെ ഒരു ടേബിൾ നിങ്ങൾക്ക് POP-യിൽ കാണാം. ഇതിനകത്ത് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള ടേബിൾ തന്നെയാണിത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാ ഏരിയ ബേസ് സ്പേസിംഗ് വെച്ചിട്ട് പ്ലാന്റ് പോപ്പുലേഷൻ ഒക്കെ കാണാനായിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒക്കെ വന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹെക്ടറിലേക്ക് എത്ര സക്കേഴ്സ് നമുക്കറിയാം. നമുക്ക് ബനാന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സക്കർ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ സ്പേസിംഗ് ഉണ്ടെങ്കിൽ ഏരിയ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെക്ടറിലേക്ക് വേണ്ട സക്കേഴ്സ് അല്ലെങ്കിൽ എത്ര പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ് പോപ്പുലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുൻ വർഷങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമ്മൾ കന്ന് തിരഞ്ഞെടുക്കുമ്പോൾ സക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതാണ്. കോമൺലി നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ വാഴക്കന്ന് എടുക്കുമ്പോൾ ഒരു സെലക്ട് 3 to 4 month ഓൾഡ് ഡിസീസ് ഫ്രീ സോഡ് സക്കേഴ്സ് ഫ്രം ഹെൽത്തി ക്ലംസ്. അപ്പൊ സോഡ് സക്കർ എന്നൊരു പേര് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ സൂചിക്കന്നുകൾ, ഇപ്പൊ 2 തരത്തിലുള്ള കന്നുകളാണുള്ള, സൂചിക്കന്നുകളും വാഴക്കന്നുകളും. അതിന്റെ കാര്യം നമുക്ക് പറയാം. അപ്പൊ നമ്മൾ അത്തരത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അസുഖമൊന്നും ഇല്ലാത്ത നല്ല സോൾഡ് സക്കേഴ്സിനെ സെലക്ട് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് നേന്ത്രൻ വെറൈറ്റി, കട്ട് ബാക്ക് സ്യൂഡോ സ്റ്റെം ടു എ ലെങ്ത് 15 to 20 centimeter ഫ്രം ദ കോം ആൻഡ് റിമൂവ് ഓൾഡ് റൂട്ട്സിനെയൊക്കെ റിമൂവ് ചെയ്യാം. സ്യൂഡോസ്റ്റെം എന്ന് പറയുന്നത് നമുക്കറിയാം ആ വാഴത്തടേനെയാണ് നമ്മൾ സ്യൂഡോസ്റ്റെം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾക്ക് പറ്റി ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വാഴത്തടേനെ നമ്മൾ സ്യൂഡോസ്റ്റെം എന്ന് പറയുന്നത്. ദെൻ റൈസോംസ് ആർ ടു ബി സ്മിയർഡ് വിത്ത് കൗഡൻ സൊല്യൂഷൻ. നമ്മുടെ റൈസോമിന് നമ്മൾ എന്താ പറയാ ചാണകത്തിൽ കൗഡൻ സൊല്യൂഷനിൽ മുക്കി നമ്മൾ എന്ത് ചെയ്യും, ചാരത്തിൽ അതുകൊണ്ട് ആഷ് ഉപയോഗിച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചാരമായിട്ട് പൊതിഞ്ഞിട്ട് നമ്മൾ സണ്ണില്, അതായത് സൂര്യപ്രകാശത്തിൽ ഒരു 3-4 ദിവസം
ഷെയ്ഡിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിന് ഒരു 15 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ സാധാരണഗതിയിൽ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പാരിംഗ് എന്ന് പറയും. പക്ഷെ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമ്മുടെ POP അങ്ങനെ എടുത്ത് ആ ഒരു പ്രോസസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും POP പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ ഓഫ് സക്കേഴ്സ്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റിന് വരികയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് 3 to 4 month old disease free sort suckers from healthy clumps. In the case of Nendran variety, cut back pseudostem to a length of 15 to 20 centimeter from comb and remove old roots. Then the rhizomes are to be smeared with cow dung solution and ash and dried in sun for about 3 to 4 days and stored in shade up to സണ്ണിൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇടുന്നെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല നട്ടിച്ചിട്ടുള്ള നല്ല സൂര്യപ്രകാശത്തിലല്ല നമ്മൾ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അത്യാവശ്യം മിതമായിട്ടുള്ള വെയിലത്ത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് 15 ദിവസത്തോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നമുക്ക് അതിനെ നടാനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ കന്ന് തെരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ട പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ഫോർ ബനാന? ബനാനയുടെ ബെസ്റ്റ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ഏതാണെന്നാണ്. സ്വോർഡ് സക്കർ, ഓപ്ഷൻ എ സ്വോർഡ് സക്കർ, ഓപ്ഷൻ ബി വാട്ടർ സക്കർ, ഓപ്ഷൻ സി പീപ്പർ സക്കർ ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ആൻസർ? ബനാനയുടെ ബനാന യൂഷ്വലി എന്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സക്കറാണ്. ഇനി പലതരത്തിലുള്ള സക്കേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ക്വസ്റ്റനിൽ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് sword സക്കർ എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആർക്കും വേറെ അഭിപ്രായമില്ല. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് സോഡ് സക്കർ തന്നെയാണ്. ഇപ്പം ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ പല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വരും. പക്ഷെ ഇവിടെ ആ കൺഫ്യൂഷൻ വേണ്ട. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദറ്റ് ഈസ് നമുക്ക് പ്രധാനമായിട്ടും പലതരത്തിലുള്ള സക്കർ ഉണ്ട്. പീപ്പർ സക്കർ, സോഡ് സക്കർ, മെയ്ഡൻ സക്കർ, വാട്ടർ സക്കർ എന്നൊക്കെ പറയും. അപ്പൊ അതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾക്ക് വാഴയുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഡ് സക്കറും വാട്ടർ സക്കറും. സോഡ് സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക്കന്ന്, അതായത് നോക്കിയാൽ സക്കർ വിത്ത് നാരോ സോഡ് ലൈക്ക് ടാപ്പറിംഗ് ലീവ്സ്, ഇങ്ങനെ സ്പോഡ് പോലെ ഇങ്ങനെ ടാപ്പേർഡ് ആയിട്ടുള്ള കൂർത്ത തരത്തിലുള്ള ലീവ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള സക്കറിന് നമ്മൾ സ്പോഡ് സക്കർ എന്ന് പറയും. ഇറ്റ് ഇസ് വിഗറസ് ബെസ്റ്റ് പ്രൊപ്പഗ്യൂൾ. അത് വിഗറസ് ആയിരിക്കും, അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വളരാൻ കഴിവുള്ളതായിരിക്കും. കാരണം ദീസ് ഒറിജിനേറ്റ് ഫ്രം ദ ഇന്നർ ടിഷ്യൂസ് ഓഫ് റൈസോം. നമ്മുടെ ഈ റൈസോമിന്റെ ഇന്നർ ടിഷ്യൂസിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ മദർ പ്ലാന്റിന്റെ അത്യാവശ്യം ഗുണങ്ങളൊക്കെ ഇതിനുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പഗ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്പോഡ് സക്കർ ആയിരിക്കും. സൂചിക്കന്നുകൾ, മലയാളത്തിൽ നമ്മൾ സൂചിക്കന്നുകൾ എന്ന് പറയും. ദെൻ വാട്ടർ സക്കർ എന്ന് പറയും വെള്ളക്കന്നുകൾ. വിഡ്ത്ത് ഓഫ് സീഡോസ്റ്റം ഓൾമോസ്റ്റ് യൂണിഫോം ആയിരിക്കും. അതുപോലെ എന്താണ് ഇതിന്റെ ലീഫിന്റെ ഷേപ്പ് നോക്കി ഇതുപോലെ കൂർത്തിരിക്കുകയല്ല. ലീവ്സ് എന്താണ് ബ്രോഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അതാണ് ഇതെന്ന് പറയുന്നത് വാട്ടർ സക്കർ എന്ന് പറയുന്നത്. അപ്പം സോഡ് സക്കറും വാട്ടർ സക്കറും ഉണ്ടായിരുന്നത് സോഡ് സക്കറാണ്. ക്വസ്റ്റ്യനിൽ ബെസ്റ്റ് സക്കർ എന്ന് ചോദിച്ചത്, ബെസ്റ്റ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈ സോഡ് സക്കർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റെക്കമെൻഡഡ് ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് NPK gram per plant per year for നേന്ത്രൻ വെറൈറ്റിയുടെ ഫെർട്ടിലൈസർ ഡോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നോക്കിയിട്ട് സെലക്ട് ചെയ്തേ. ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ പറയുന്നത്, അതായത് 190, 115, 300 ആണ് പറയുന്നത്. നമുക്ക് ആൻസർ ആണതാണോ എന്ന് നോക്കാം. യെസ്, ആൻസർ ഈസ്, അതായത് നേന്ത്രൻ നമ്മുടെ POPയില് നേന്ത്രന്റെയാണ് എടുത്തു പറഞ്ഞേക്കുന്നത്. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ നേന്ത്രന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. നേന്ത്രൻ എന്ന് പറയുന്നത് നേന്ത്രന്റെ അതായത് ബാക്കി പാളയംകോടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ബനാനയുടെ ഓരോ മാസവും 1 month ആഫ്റ്റർ പ്ലാന്റിംഗ്, 2 month ആഫ്റ്റർ പ്ലാന്റിംഗ്, അങ്ങനെ നമുക്കൊരു ഫെർട്ടിലൈസർ റെക്കമെൻഡേഷന്റെ ഒരു സ്പ്ലിറ്റ് ഡോസിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് അത്രയും അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇന്ന മാസം എത്ര കൊടുക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധ്യത കുറവാണ്. പക്ഷെ ജനറൽ ആയിട്ട് ഒരു ഇയറിൽ ഒരു പ്ലാന്റിൽ എത്ര ഗ്രാം വീതം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതായത് ഒരു NPK റെക്കമെൻഡഡ് ഡോസ് അറിഞ്ഞിരിക്കുക. നേന്ത്രനാണെങ്കിൽ അത് 190, 115, 300 എന്താണ് ഗ്രാം പെർ പ്ലാന്റ് പെർ ഇയർ ആണ്. അപ്പൊ ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ POPയിൽ കൊടുത്തിട്ടുണ്ട്. നേന്ത്രൻ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 190, 150 and 300. ഇനി പാളയം കോടനാണെങ്കിൽ അത് 100, 200, 400 ഗ്രാം പെർ പ്ലാന്റ് പെർ ഇയർ ആയിരിക്കും. ഇനി അതർ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ 160 മുതൽ 200 വരെ നൈട്രജനും
160 മുതൽ 200 വരെ ഫോസ്ഫറസ്, 320 മുതൽ 400 വരെ പൊട്ടാസ്യം. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു അളവിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ POP കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ വായിച്ചു വെക്കുക. നമ്മുടെ ന്യൂട്രിയൻ മാനേജ്മെന്റ് മാനുവറിങ് അറിഞ്ഞിരിക്കുക. നിയന്ത്രണയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ POP വായിച്ചപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് ഒരു വർഷം നമ്മൾ 190, 115, 300 കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ഈ ഒരു വർഷത്തിൽ നമ്മൾ ഒരു മാസം നട്ട് ഒരു മാസം കഴിയുമ്പോൾ എത്ര ഗ്രാം നൈട്രജൻ കൊടുക്കണം, 2 മാസം കഴിയുമ്പോൾ, 3 മാസം, അതൊരു അവസാനം നമ്മുടെ ജസ്റ്റ് ആഫ്റ്റർ ബെഞ്ച് കംപ്ലീറ്റ് ആയിട്ട് എമേർജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എത്ര കൊടുക്കണം. അപ്പൊ ഈ ഒരു റെക്കമെൻഡഡ് ഡോസാണ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി നമുക്കറിയാം എല്ലാ ക്രോപ്പുകളിലും പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യത്തെ നമ്മൾ നട്ട് ആ ഒരു ആദ്യത്തെ കുറച്ച് നാൾ കൊണ്ട് തന്നെ കൊടുത്തു തീർക്കും. അത് മണ്ണിൽ എന്നാലേ അതിന് ചെടിക്ക് അത് വലിച്ചെടുക്കാനെങ്കിൽ ലഭ്യമാവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫോസ്ഫറസ് ആദ്യ സമയത്ത് തന്നെ കൊടുത്തു തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് വേറെ വഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 40 കഴിഞ്ഞ് ബാക്കി എല്ലാം 30 ഇവിടെ എല്ലാം തന്നെ 60. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു ടേബിൾ ജസ്റ്റ് നിറഞ്ഞിരിക്കുക. നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു തിയറി എക്സാം ആണെങ്കിൽ നമ്മുടെ ഇത് എഴുതാൻ ചോദിക്കാം. പക്ഷെ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ജനറൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ്. 190, 115, 300 അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കാം. കാരണം ഓരോ ആൾക്കാർക്ക് ഇത് മാക്സിമം പഠിക്കാനും അല്ലെങ്കിൽ ഓർത്ത് വെക്കാനുള്ള കഴിവ് ഓരോ ആൾക്കാർക്കും വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ബാക്കിയുള്ളവർക്ക് അതിന്റെ അഡ്വാൻറ്റേജ് അനുസരിച്ച്, ബാക്കിയുള്ളവർക്ക് ഓരോ കഴിവനുസരിച്ച് എനിക്കിത് പഠിക്കാൻ പറ്റും, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ ഇതും കൂടെ നോട്ട് ചെയ്യാം. അപ്പൊ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും പറ്റുന്ന പോലെ ശ്രമിക്കുക. പക്ഷെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് ഇത് ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ പഴയ POP കണ്ടിട്ടുണ്ടാവില്ല. പുതിയ POP ആഡ് ഓൺ ചെയ്തതാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് ഫാമിയുടെ മെനുവർ കൊടുക്കാം. നമ്മൾ ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റും ഒക്കെ കൊടുക്കുന്നു അടിയോളമായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നൈട്രജൻ അടങ്ങിയ അല്ലെങ്കിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നു. ഇനി ഇത് കൂടാതെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു മിക്സർ, അങ്ങനെ ഓരോരോ വളങ്ങൾ നമുക്ക് കൊടുക്കാം. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പാക്കേജിൽ നമ്മുടെ പുതിയ POP റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് മിക്സ് ആണ് അയർ ന്യൂട്രിയന്റ് മിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ പുതിയ POP ആർഡിനുകൾ ഉണ്ടോ? ഞാൻ അത് ആദ്യം ചോദിക്കാൻ മറന്നുപോയി. പുതിയ POP അനുസരിച്ച് പുതിയ POP എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടോ? ഹലോ, ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ പുതിയ POP? മൈക്ക് ഓൺ ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞോ. കാരണം എനിക്ക് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തേക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മെസ്സേജസ് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ മെസ്സേജിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പഴയ POP വെച്ചിട്ട് തന്നെയാണോ ഇപ്പോഴും പഠിക്കുന്നത്, അല്ലെങ്കിൽ പഴയ PDF തന്നെയാണോ നോക്കുന്നത്? അതെ അല്ലേ, പഴയ തന്നെയാണ്. അപ്പൊ പറ്റുമെങ്കിൽ എല്ലാവരും പുതിയത് പർച്ചേസ് ചെയ്യുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിലും അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ഇന്നത്തെ ക്രോപ്സിലൊക്കെ എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് അയർ എന്ന് പറയുന്നത് നമ്മൾ വളം തന്നെ ഉദ്ദേശിക്കുന്നത്. അയർ എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയന്റ് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിശ്രിതമാണ്. അപ്പൊ അയർ പ്രധാനമായിട്ടും ഇപ്പം റെഡ് ആൻഡ് ലാറ്ററൈറ്റിക് സോയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ പൊതുവെ കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ, അങ്ങനെ കുറച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂലകങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞു, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടാനായിട്ട് നമുക്ക് യൂറിയം, ഫാക്ടംഫോസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്ഫോസ്, MOP ഒക്കെ കൊടുക്കുന്ന കാര്യം NPK നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി അത് കൂടാണ്ട് നമുക്ക് ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുണ്ട്. കാൽസ്യം വേണം, നല്ല രീതിയിൽ കാൽസ്യം കിട്ടിയെങ്കിൽ നമ്മൾ മീൻസ് നമ്മുടെ ബഞ്ചസ് എമേർജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മഗ്നീഷ്യം കിട്ടണം, ബോറോൺ കിട്ടണം ഫ്ലവറിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചില വളക്കൂട്ടുകൾ കൊടുക്കണം. അപ്പൊ അതാണ് അയർ എന്ന് പറയുന്നത്. അപ്പൊ അയർ ന്യൂട്രിയന്റ് മിക്സും കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ ഒക്കെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സോയിൽസിൽ നിയന്ത്രണം കൾട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കും.
അത് കൊടുക്കുന്ന ഡോസേജ് എന്ന് പറയുന്നത് അത് കൊടുക്കുന്ന ഡോസേജ് എന്ന് പറയുന്നത് 200 ഗ്രാം പെർ പ്ലാന്റ് ഇൻ 2 സ്പ്ലിറ്റ്സ്. ഇതിന്റെ ഡോസേജ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു, കാരണം ഇത് പുതുതായിട്ട് ആഡ് ചെയ്ത കാര്യമായതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 200 ഗ്രാം പെർ പ്ലാന്റ് 2 സ്പ്ലിറ്റ്സ്, അതായത് 2 തവണകളിലായിട്ട്, അതായത് നട്ട് ഒരു 2 മാസം കഴിയുമ്പം 2 മന്ത് ആഫ്റ്റർ പ്ലാന്റിങ് കഴിയുമ്പം 100 ഗ്രാം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മാസം, അതായത് ഇത് കഴിഞ്ഞൊരു 2 മാസം കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 100 ഗ്രാം കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ 200 ഗ്രാം ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അയർ കൊടുക്കുന്നത്. അപ്പൊ അയർ ന്യൂട്രിയന്റ് മിക്സ് എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മുടെ POP ആഡ് ചെയ്ത കാര്യമാണ്. അതിന്റെ ഡോസേജ് അറിഞ്ഞിരിക്കാം. എന്താണ്, 200 ഗ്രാം പെർ പ്ലാന്റ് ഇൻ 2 സ്പ്ലിറ്റ്സ്. ആ 2 തവണകൾ എങ്ങനെയാണ്, നട്ട് 2 മാസം കഴിയുമ്പോൾ ആദ്യം കൊടുക്കാം, നട്ടത് തൊട്ട് 4 മാസം, അതായത് ഫസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ അടുത്തത് കൊടുക്കും. ഓക്കെ, ഇത്തരത്തിൽ 200 ഗ്രാം കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, റിമൂവൽ ഓഫ് സൈഡ് സക്കേഴ്സ് പ്രൊഡ്യൂസ് ടിൽ ദ എമർജൻസ് ഓഫ് ബഞ്ച് ഈസ് നോൺ ആസ്. ഇത് നമ്മുടെ POP കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സൈഡ് സക്കേഴ്സിന്, നമ്മളിപ്പം നമുക്കറിയാം നമ്മുടെ പ്ലാന്റ് വളർന്നു വരുമ്പോഴത്തേക്കും സൈഡിൽ കുറെ അധികം സക്കേഴ്സ്, കന്നുകൾ ഇങ്ങനെ വരും. അപ്പൊ അതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള വേണ്ടാത്ത കന്നുകൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ഈ കന്നുകൾ ഇങ്ങനെ കുറെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താ വേണ്ടത്, നല്ല വെയിറ്റ് ഉള്ള നല്ല കൊല വേണം, അല്ലെങ്കിൽ ബഞ്ചസ് വേണം. അപ്പൊ ഈ കുറെ നമ്മുടെ എനർജി മൊത്തം ഈ സൈഡ് സെക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ വാഴക്കുല റെഡി ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ അത്തരത്തിൽ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന എക്സ്ട്രാ സക്കേഴ്സിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതൊരു പ്രോസസ്സാണ്. അത് നമ്മുടെ വാഴ കൃഷി ചെയ്യുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനെ പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഓപ്ഷൻ എ മട്ടോക്കിംഗ്, ഓപ്ഷൻ ബി ഡീസക്കറിംഗ്, ഓപ്ഷൻ സി ക്രോപ്പിംഗ്, ഓപ്ഷൻ ഡി ഡീനേവലിംഗ്. ഏതാണ്? Desuckering. ഡീസക്കറിംഗ്. യെസ്, ഓപ്ഷൻ ബി ഡീസക്കറിംഗ് ആണ് ആൻസർ. അപ്പൊ എന്താണ് ഡീസക്കറിംഗ് എന്നുള്ളത് ഈ ഒരു ഡെഫിനിഷനിലുണ്ട്. എന്താണ്? റിമൂവൽ ഓഫ് സൈഡ് സക്കേഴ്സ് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് സക്കേഴ്സ് പ്രൊഡ്യൂസ് ടിൽ ദ എമർജൻസ് ഓഫ് ബഞ്ചീസ് നോൺ ആസ് ഡീസക്കറിംഗ്. ഇനി ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാവോ? എന്താണ് മട്ടോക്കിംഗ്, എന്താണ് ക്രോപ്പിംഗ്, എന്താണ് ഡീനേവലിംഗ്, ഇതൊക്കെ അറിയാവോ ആർക്കെങ്കിലും? അപ്പൊ നമ്മള് വാഴ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസ്, അതായത് എന്താ ഇന്റർ കൾച്ചറൽ എന്ന് വെച്ചാൽ നമ്മുടെ കൾട്ടിവേഷന്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉള്ളതാണ്. ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, അറ്റ് ദ ടൈം ഓഫ് ബഞ്ച് എമർജൻസ് സീഡോസ്റ്റം റിക്വയർസ് സപ്പോർട്ട്. അതായത് നമ്മുടെ വാഴയിൽ നമുക്കറിയാം, വാഴയ്ക്ക് നമുക്ക് വാഴ കുലച്ച് നമ്മുടെ കുല വന്നു തുടങ്ങുമ്പോഴത്തേക്കും അത്രയും വെയിറ്റ് ചിലപ്പോൾ അതിന് താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചെറുതായിട്ട് താങ്ങ് കൊടുക്കും. അത്തരത്തിൽ താങ്ങ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് താങ്ങ് കൊടുക്കും. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. ഇതിന് പറയുന്ന പേരാണ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡീനേവലിംഗ് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് എന്ത്, മെയിൽ ബഡ്. മെയിൽ ബഡിനെ റിമൂവ് ചെയ്യും. അതായത് നമ്മുടെ കൊലച്ച് വരുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ടായിരിക്കും, കൂമ്പുണ്ടായിരിക്കും. അപ്പൊ ആ കൂമ്പിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡീനേവലിംഗ്. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് ഒരുപക്ഷെ POP എടുത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ക്രോപ്സ് നമ്മുടെ സിലബസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ ക്രോപ്പിന്റെ ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസിൽ ഇമ്പോർട്ടന്റ് ആണ്. ഡീനേവലിംഗ്, മട്ടോക്കിംഗ് ഒക്കെ മറ്റ് പല അഗ്രികൾച്ചറിന്റെ തന്നെ മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ടായിരിക്കും. ഡീസക്കറിംഗ് മാത്രമാണ് നമുക്ക് എന്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡീസക്കറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ക്രോപ്പിംഗ് നമുക്കറിയാം എന്ത് ചെയ്യുന്നു, താങ്ങ് കൊടുക്കുന്നു. ഡീനേവലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആ കൂമ്പിനെ റിമൂവ് ചെയ്യുന്നു, റിമൂവൽ ഓഫ് മെയിൽ ബഡ്. ദെൻ മട്ടോക്കിംഗ് എന്ന് പറയുന്നത് ദ മദർ പ്ലാന്റ്സ് ആഫ്റ്റർ ഹാർവെസ്റ്റ് ഓഫ് ബഞ്ചസ് ആർ കട്ട് ഇൻ ദ മിഡിൽ ഓഫ് സീഡോസ്റ്റം. ബഞ്ചസ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പകുതി വെച്ചിട്ട് കട്ട് ചെയ്തു. അതിനെ പറയുന്ന പേരാണ് മട്ടോക്കിംഗ് എന്ന് പറയുന്നത്. മട്ടോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. അടുത്തതായിട്ട് എന്താണ് ഇന്റർ ക്രോപ്പിംഗ്. ഇന്റർ ക്രോപ്പിംഗ് നമ്മൾ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർ ക്രോപ്പിംഗ് നമുക്കറിയാം, വാഴ നമ്മൾ മറ്റ് കോക്കനട്ടിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഇന്റർ ക്രോപ്പ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വാഴ കൃഷി ചെയ്യുന്നതിന്റെ ഇടയ്ക്കും എന്ത് ചെയ്യാം, നമുക്ക് ഇടവിളയായിട്ട് മറ്റ് ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ ചെക്ക് വീഡ് ഗ്രോത്ത്, അതായത് നമുക്ക് അതിനിടയ്ക്ക് കളകൾ ഉണ്ടാവുന്നത് കുറയ്ക്കും. ഇംപ്രൂവ് സോയിൽ ഹെൽത്ത്, അതായത് ഇന്റർ ക്രോപ്സ് വരുമ്പോഴത്തേക്കും സോയിലിന്റെ ആ ഒരു ന്യൂട്രീഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ സോയിൽ ഹെൽത്ത് കൂടുന്നു. ദെൻ അഡീഷണൽ ഇൻകം ടു ഫാമേഴ്സ് എന്താണ്, നമ്മുടെ വാഴയ്ക്കൊപ്പം തന്നെ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന അതിന്റെ ഒരു വിളവ് കൂടെ കിട്ടും. അപ്പൊ ഒരു ഫാമേഴ്സിന് അഡീഷണൽ ഇൻകം കിട്ടുന്നു. പ്രധാനമായിട്ട് നമുക്ക് വാഴ കൃഷി ചെയ്യുന്ന വാഴയുടെ സ്പേസിങ് എത്രയാണ്, 2x2 മീറ്റർ ആണ്. അപ്പം 2 മീറ്റർ ബൈ 2 മീറ്ററിലാണ് അതിന്റെ ഇടയകലം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ സ്പേസിങ്ങിന് പറ്റുന്ന ക്രോപ്സ് ആയിരിക്കണം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, മോസ്റ്റ്ലി നമുക്ക് എന്തായിരിക്കും ആ ഒരു, ഇപ്പൊ നമുക്കറിയാം
തെങ്ങിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇന്റർ ക്രോപ്സിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ഞാൻ പറയണ്ടല്ലോ. തെങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ വാഴ നടും. തെങ്ങിന് ഒരു 10/10 അല്ലെങ്കിൽ 7/7 ആണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് 2/2 ഉള്ള വാഴ നടാം. ഈ 2/2 ആണ് വാഴയ്ക്ക്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് മോസ്റ്റ്ലി പച്ചക്കറികൾ, അമരാന്തസ് അല്ലെങ്കിൽ ഒക്രാം, പിന്നെ അല്ലെങ്കിൽ ഇഞ്ചി, മഞ്ഞള്, അല്ലെങ്കിൽ ക്യാബേജ്, കോളിഫ്ലവർ, ഇത്തരത്തിലുള്ള ക്രോപ്സിനൊക്കെ നമുക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പ്രോസസ് ആണ് റാപ്പിംഗ്. റാപ്പിംഗ് എന്ന് വെച്ചാൽ ബഞ്ചിനെ കവർ ചെയ്യുന്നു. കവറിംഗ് ദ ബഞ്ചസ് വിത്ത് ഡ്രൈഡ് ലീവ്സ് ഓർ പോളിത്തീൻ ഷീറ്റ്സ്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ നമ്മുടെ വാഴയുടെ ഉണങ്ങിയ ഇല കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ വാഴക്കുലയെ പൊതിഞ്ഞു വെക്കുന്നു. അല്ലെങ്കിൽ സെപ്പറേറ്റ് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് പ്രൊട്ടക്ട് ഫ്രം സൺബേൺ, അതായത് ഓവറായിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ട് അല്ലെങ്കിൽ ഹോട്ട് വിൻഡോ, ഡസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ബേർഡ്സിന്റെ, അതായത് പക്ഷികളൊക്കെ കൊത്തുന്നതിന് തടയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബെറ്റർ കളർ ഫോർ ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാഴക്കുലയെ നമ്മൾ എന്താ പറയുന്നത്, ബെഞ്ച് എന്നാണ് പറയുന്നത്. ഈ വാഴക്കുലയ്ക്കകത്ത് ഓരോ പടലയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാവോ? അതായത് നമ്മുടെ എൻറ്റയർ വാഴക്കുലയെ നമ്മൾ എന്താ പറയുക, ഓരോ ബെഞ്ചസ് ആയിട്ട് അതിനകത്ത് ഓരോ പടലയും നമ്മൾ ഓരോ ഹാൻഡ് എന്നാ പറയുന്നത്. ഹാൻഡിനകത്ത് വരുന്ന ഓരോ പഴത്തിനെയും നമ്മൾ ഫിംഗേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാൻഡ് നമ്മുടെ കൈ വിരൽ വരുന്ന ഹാൻഡ്, ഓരോ വിരൽ നമ്മൾ ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ പടലയും നമ്മൾ എന്ന് പറയും, ഒരു പഴത്തിന് നമ്മൾ ഹാൻഡ് എന്ന് പറയും. അതിനകത്ത് വരുന്ന ഓരോ പഴത്തിനെ നമ്മൾ ഫിംഗേഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് കവർ ചെയ്ത് വെക്കുമ്പോൾ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കില്ല. സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് ഇതിന്റെ കളറിന് വ്യത്യാസം വരുന്നത്. അപ്പൊ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുകയും നല്ല രീതിയിൽ നല്ല കളർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ ബെഞ്ച് കവർ ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ്. ദെൻ നമ്മൾ സാധാരണ മറ്റു ക്രോപ്സിലൊക്കെ ചെയ്യുന്ന പോലെ എർത്തിങ് അപ്പ്, മണ്ണ് കൂട്ടി കൊടുക്കുന്നത്, മൾച്ചിങ്, പുതയിടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസ്. എല്ലാ ക്രോപ്സിലും ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ബനാനയിൽ കുറച്ച് കാര്യങ്ങൾ പേരെടുത്ത് പറയാനുണ്ട്. ഒന്നെന്താണ് ഡീസക്കറിങ്, അടുത്തതായിട്ട് ഡീ നേവലിംഗ്, അടുത്തതായിട്ട് മട്ടോക്കിംഗ്, ദെൻ ഇന്റർ ക്രോപ്പിംഗ്, റാപ്പിംഗ്, എർത്തിങ് അപ്പ് ആൻഡ് മൾച്ചിങ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? സ്പീഡ് ഒന്നും അല്ലല്ലോ? സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വി മൂവിംഗ് ഓൺ ടു ടിഷ്യൂ കൾച്ചർ നിയന്ത്രണം തരാറ്. അപ്പൊ നമ്മുടെ ആ POPയുടെ ഓർഡർ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിനിടയ്ക്ക് ഇറിഗേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇറിഗേഷൻ നമുക്കറിയാം, പ്രോപ്പർ ആയിട്ട് ചെടിക്ക് ആവശ്യമായ രീതിയിൽ നനവ് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാതെ. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടിഷ്യൂ കൾച്ചർ നിയന്ത്രണം ബനാന എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്രൊപ്പഗേഷൻ എടുത്ത് പറഞ്ഞു. സക്കേഴ്സ് വഴിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു. ഇനി നമ്മുടെ ആ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സക്കേഴ്സ് വഴി അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ പ്രൊപ്പഗേഷൻ വഴി അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് എന്ത് ചെയ്യാം, അതൊരു റാപ്പിഡ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുവഴി നമുക്ക് ക്വാളിറ്റി, യൂണിഫോം, പെസ്റ്റ് ആൻഡ് ഡിസീസ് ഫ്രീ പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ബനാന. അപ്പൊ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബനാനയെ നമുക്ക്, അതായത് വൈറസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള നമുക്ക് ബനാനേസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂഷ്വൽ സ്പേസിംഗ്, ടിഷ്യൂ കൾച്ചർ ബനാനയെ നമുക്ക് പലതരത്തിൽ നടാം. അതായത് പല സ്പേസിംഗ് ഉണ്ട്. ഇപ്പം നേന്ത്രന്റെ ടിഷ്യൂ കൾച്ചർ ഇതാണെങ്കിൽ നമുക്ക് നോർമൽ സ്പേസിംഗ്, നേന്ത്രന്റെ നോർമൽ സ്പേസിംഗ് എത്രയായിരുന്നു? 2 മീറ്റർ ബൈ 2 മീറ്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പേസിംഗിൽ നടാം. അല്ല എങ്കിൽ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലും നമ്മുടെ പ്രൊപ്പഗേഷൻ ക്ലാസ്സുകളിലൊക്കെ. ഇപ്പൊ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്പേസിംഗ് കുറച്ചിട്ട് നമുക്ക് കൂടുതൽ പ്ലാന്റ് ചെയ്യാം. 2 മീറ്റർ ബൈ 2 മീറ്റർ ആണെങ്കിൽ 2500 പ്ലാന്റ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിറ്റിൽ ഒരു പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് സ്പേസിംഗ് കുറയ്ക്കാം. ഈ 2 എന്ന് പറയുന്നത് 1.75 ബൈ 1.75 മീറ്ററിൽ നടുകയാണെങ്കിൽ 3265 പ്ലാന്റ്സ്. ഈ നമ്പർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഏരിയ ഡിവൈഡഡ് ബൈ സ്പേസിംഗ്, അതായത് ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് ഇൻ മീറ്റർ, അതായത് 10,000 ഡിവൈഡഡ് ബൈ 1.75 ബൈ 1.75 എന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ 3265 കിട്ടും. പ്ലാന്റ് പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ക്ലാസ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ സക്കർ പ്ലാന്റിംഗ്. ഡബിൾ സക്കർ പ്ലാന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിറ്റിൽ 2 സക്കർ വെച്ച് നടാം. 2 സക്കേഴ്സിന് ഒരു പിറ്റിൽ നടാം, ഡബിൾ സക്കേഴ്സ്. അപ്പൊ അത്തരത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസിംഗ് എന്ന് പറയുന്നത് 2 മീറ്റർ ബൈ 3 മീറ്റർ ആയിരിക്കും വിത്ത് 2 പ്ലാന്റ്സ് പെർ പിറ്റ്. അങ്ങനെ നടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ സ്പേസിംഗിൽ നമുക്ക് 2500 ആണെങ്കിൽ അതിന് കൂടുതൽ പ്ലാന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാം. നമ്മുടെ നോർമൽ സ്പേസിംഗിൽ നിന്ന് കൂടുതൽ പ്ലാന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നതാണ് എന്തിന്റെ ഒരു പർപ്പസ്, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്, അതായത് സാന്ദ്രത കൃഷി, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്. ഓക്കെ,
അപ്പൊ ഇതാണ് ടിഷ്യൂ കൾച്ചർ ബനാനയെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഡബിൾ സെക്ടർ പ്ലാന്റിങ്ങിന്റെ ഒക്കെ സ്പേസിംഗ് എന്ന് അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ് വരുമ്പോഴത്തേക്കും അതിന്റെ സ്പേസിംഗ് എന്ന് അറിഞ്ഞിരിക്കാം. കാരണം ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ ഒരു അല്ലാതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് നേന്ത്രന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എത്രയാ പറഞ്ഞത് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നേരത്തെ നമ്മൾ നേന്ത്രന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എത്രയായിരുന്നു പറഞ്ഞത്? 190, 115, 300. 300, 190, 115, 300. ഇവിടെ നമുക്ക് ടിഷ്യൂ കൾച്ചർ ബനാന ആണെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻ ഫെർട്ടിലൈസർ ഡോസ് എന്ന് പറയുന്നത് 300, 115, 450. 300, 115 ആൻഡ് 450 gram NPK പെർ പ്ലാന്റ് പെർ ഇയർ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിന്റെയും ഫെർട്ടിലൈസർ റെക്കമെൻഡേഷന്റെ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ POP കൊടുത്തിട്ടുണ്ട്. അത് ഈ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നേരത്തെ പോലെ തന്നെ രണ്ടും തമ്മിൽ മാറിപ്പോയത്. നോർമൽ നിയന്ത്രണമാണെങ്കിൽ 190, എത്രയായിരുന്നു? 190, 115, 300. ഇവിടെയാണെങ്കിൽ 300, 115, 450. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ഓർഡറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ബനാനയുടെ കൾട്ടിവേഷന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കൃഷി രീതി നമ്മൾ സോയിൽ ആൻഡ് ക്ലൈമറ്റ് തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിനകത്ത് POPയിലും ബഞ്ച് സ്പ്രേ കൊടുത്തിട്ടുണ്ട്. പ്രീ ഹാർവസ്റ്റ് ബഞ്ച് സ്പ്രേ നിങ്ങൾ POP വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തില്ല, ഞാനത് പറയാമെന്ന് കരുതി. കാരണം നമുക്ക് നല്ല രീതിയിലും നല്ല ബഞ്ചസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീ ഹാർവസ്റ്റ് ബഞ്ച് സ്പ്രേ. പ്രീ ഹാർവസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? വിളവെടുപ്പിന് മുന്നേ, പ്രീ ഹാർവസ്റ്റിന് മുന്നേ നമുക്ക് ഒരു 3% പൊട്ടാസ്യം സൾഫേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 തവണ. ഫസ്റ്റ് 2 weeks ആഫ്റ്റർ ബെഞ്ച് എമർജൻസ് ആൻഡ് സെക്കൻഡ് 4 weeks ആഫ്റ്റർ ബെഞ്ച് എമർജൻസി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കൊല വരും. അതായത് നല്ല വലിപ്പമുള്ള കളറൊക്കെ ഉള്ള കൊല വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടാസ്യം സൾഫേറ്റിന്റെ ഒരു സ്പ്രേ കൊടുക്കാം 3%. അത് നമ്മുടെ POPയിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് കെമിക്കലിനോ മറ്റോ എവിടെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നോട്ട് പൊട്ടാസ്യം സൾഫേറ്റ്. ഓക്കെ, അടുത്തതായിട്ട് അടുത്തത് നമുക്കിനി പ്ലാന്റ് പ്രൊട്ടക്ഷൻ. പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെസ്റ്റും ഡിസീസും ആണ്. അപ്പൊ എനിക്കൊന്ന് എന്റമോളജി ആസ്പെക്ട്സിൽ, എന്റമോളജിയുടെ ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്രോപ്സിന്റെയും പെസ്റ്റും ഡിസീസും ഒക്കെ ഡീൽ ചെയ്യും. ഇപ്പൊ നമ്മുടെ POPയിൽ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടും അതിന്റെ സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്, മാനേജ്മെന്റ് മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റമോളജി എടുക്കുന്നവരാണെങ്കിൽ എന്റമോളജി ക്ലാസ്സിലും നമ്മുടെ POPയുടെ ബേസിൽ തന്നെയായിരിക്കും പോകുന്നത്. അപ്പൊ ഈ പെസ്റ്റ് ആൻഡ് ഡിസീസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. പക്ഷെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊരു പെരിഫറിയിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, നമുക്ക് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു പെസ്റ്റിന്റെ സിംറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. റീഡ് ദ ഫോളോയിങ് സിംറ്റംസ് ആൻഡ് ഐഡന്റിഫൈ ദ പെസ്റ്റ്. ആ പെസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ സിംറ്റംസ് അഡൾട്ട് ഫീമെയിൽ ബീ വിൽ പങ്ക്ചേഴ്സ് ആൻഡ് ഇൻസേർട്ട് എഗ് ഇൻ ദ സ്യൂഡോസ്റ്റം. സ്യൂഡോസ്റ്റമിലേക്ക് ഹോൾ ഉണ്ടാക്കി അതിനകത്ത് മുട്ടയിടുന്നു. ദെൻ ഗ്രബ്സ് എമേർജിംഗ് ഔട്ട് ആൻഡ് ഫീഡ് എക്സ്റ്റെൻസീവ്ലി ഓൺ ദ സ്യൂഡോസ്റ്റം ആൻഡ് ദെയർ ബൈ ദ എൻറ്റയർ പ്ലാന്റ് കൊളാപ്സ്. ഇത് ഏത് പെസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 4 ഓപ്ഷൻസ് ഉണ്ട്. സ്യൂഡോസ്റ്റം വീവിൽ, റൈസോം വീവിൽ, ബനാന സ്കിപ്പർ ബട്ടർഫ്ലൈ ആൻഡ് നൺ ഓഫ് ദ എബോവ്. ഏതാണ്? സ്യൂഡോസ്റ്റം വീവിൽ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, സ്യൂഡോസ്റ്റം വീവിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ബനാന സ്യൂഡോസ്റ്റം, തടകുരുപ്പൻ പുഴു എന്ന് പറയും. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ബനാനയുടെ പെസ്റ്റ് ആൻഡ് ഡിസീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ POPയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. ബനാന സ്യൂഡോസ്റ്റം വീവിൽ കൊടുത്തിട്ടുണ്ട്, റൈസോം വീവിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ എഫിഡ്സും സ്പിൻഡിൽ ലീഫ് മൈനർ അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ബനാന സ്കിപ്പർ ബട്ടർഫ്ലൈ പക്ഷെ പഴയ POP കയ്യിലുണ്ടോ? കയ്യിലുള്ളവർ നോക്കിക്കോ. ബനാന സ്കിപ്പർ ബട്ടർഫ്ലൈ പഴയ POPയിൽ ഉണ്ടായിരുന്നില്ല. അത് എറിയോനോട്ട ടോറസ് എന്നാണ് സയന്റിഫിക് നെയിം. ഇത് എന്റമോളജി ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാനിപ്പോ നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ ഹോർട്ടിക്കൾച്ചർ ആസ്പെക്ട്സ് ആണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. എന്റമോളജിയിൽ നിങ്ങളത് കൂടുതലായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്കൊരു പെസ്റ്റിന്റെ സിംറ്റംസോ മറ്റോ തരികയാണെങ്കിൽ നമുക്ക് ആ പെസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഇതെന്ന് പറയുന്നത് സ്യൂഡോസ്റ്റം വീവിന്റെ എന്താണ് സിംറ്റംസ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വൈറൽ ഡിസീസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറൽ ഡിസീസ് അല്ലാത്തത്. ഓപ്ഷൻ എ ബഞ്ചി ടോപ്പ് ഡിസീസ്, ഓപ്ഷൻ ബി സിഗട്ടോക്ക ലീഫ് സ്പോട്ട്, ഓപ്ഷൻ സി കൊക്കൻ ഡിസീസ്, ഓപ്ഷൻ ഡി ബനാന സ്ട്രീക്ക് ഡിസീസ്. ഇതിനകത്ത് വൈറസ് കോസ് ചെയ്യാത്ത ഡിസീസ് ഏതാണ്? സിഗട്ടോക്ക പറയുന്നില്ല. അപ്പൊ സിഗട്ടോക്ക ആരെ കോസ് ചെയ്യുന്നത്? സിഗട്ടോക്ക ആരുണ്ടാക്കുന്നതാണ്? വൈറസ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരുണ്ടാക്കുന്നതാണ് സിഗട്ടോക്ക? പോയോ? ഫംഗൽ ഡിസീസ്.
സിഗട്ടോക്ക എന്ന് പറയുന്ന ഒരു ഫംഗൽ ഡിസീസ് ആണ്. സിഗട്ടോക്ക പുള്ളിരോഗം എന്ന് പറയും. ഇലപ്പുള്ളി ഒരു ഇലപ്പുള്ളിയാണ്, ലീഫ് സ്പോട്ട് ആണ് സിഗട്ടോക്ക. ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത് മൈക്കോസ്പെറില്ല എന്ന് പറയുന്ന ഒരു ഫംഗസ് കോസ് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വൈറൽ ഡിസീസ്, വൈറസ് കോസ് ചെയ്യുന്നതാണ്. ബഞ്ചി ടോപ്പ് ഡിസീസ്, കൊക്കൻ ഡിസീസ്, ബനാന സ്ട്രീക്ക് ഡിസീസ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ഇതൊക്കെ ബാക്കി എല്ലാം തന്നെ വൈറൽ ഡിസീസുകളാണ്. അടുത്തത് ബനാന സ്ട്രീക്ക് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ബനാന സ്ട്രീക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? പൈനാപ്പിൾ മീലി ബഗ്, സ്ട്രൈപ്ഡ് മീലി ബഗ്, എഫിഡ്സ്, ബോത്ത് എ ആൻഡ് ബി. ഏതാണ്? both A and B. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നുണ്ട്. യെസ്, ഇറ്റ്സ് റൈറ്റ് ആൻസർ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അല്ല, മറ്റൊരു അഗ്രികൾച്ചറൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബനാന സ്ട്രീക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പൈനാപ്പിൾ മീലി ബഗും അതുപോലെ തന്നെ സ്ട്രൈപ്ഡ് മീലി ബഗും ആണ് ബനാന സ്ട്രീക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം വൈറൽ ഡിസീസ് ഒക്കെ നമുക്കൊരു വെക്ടർ ഉണ്ടായിരിക്കും, ആ വൈറസിന് വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഓരോ വൈറൽ ഡിസീസ് വരുമ്പോൾ അതിന്റെ വെക്ടർ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ബനാന ബഞ്ചി ടോപ്പ് ഡിസീസ് പറഞ്ഞു, അത് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എഫിഡ്സ് വഴിയാണ്. എഫിഡ്, ഓക്കെ, ഓപ്ഷൻ സി വരുന്ന എഫിഡ് ബനാന ബഞ്ചി ടോപ്പ് ആണ്. പൈനാപ്പിൾ മീലി ബഗും സ്ട്രൈപ്ഡ് മീലി ബഗും എന്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? ബനാന സ്ട്രീക്ക് ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൊക്കൻ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ. കൊക്കൻ ഡിസീസ് ഏത് വഴിയാണ്, ഏത് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്? ബനാന ബ്രാക്ട് മൊസൈക് വൈറസ്, കുക്കുംബർ മൊസൈക് വൈറസ്, ബനാന സ്ട്രീക്ക് ബർണ വൈറസ് ആൻഡ് ബോത്ത് ബി ആൻഡ് സി. ഏതാണ്? Banana mosaic virus. ബനാന ബ്രാക്ട് മൊസൈക് വൈറസ് എന്ന് പറയുന്നുണ്ട്. യെസ്, ഇറ്റ് ഇസ് റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ബനാന ബ്രാക്ട് മൊസൈക്കിനെയാണ് നമ്മൾ കൊക്കൻ ഡിസീസ് എന്ന് പറയുന്നത്. കൊക്കൻ ഡിസീസ് എന്ന് പറയും. ഓപ്ഷൻ സിയിൽ വരുന്ന ബനാന സ്ട്രീക്ക് ബർണ വൈറസ് ആണ് നമ്മുടെ ബനാന സ്ട്രീക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത്. അതിന്റെ വെക്ടേഴ്സ് ആയിരുന്നു നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഡിസീസിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയിട്ട്. ഇപ്പം ബനാന എന്ന് പറയുന്ന ഒരു എൻഡിയർ ഗ്രൂപ്പ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനിലൂടെ ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോയിൽ ആൻഡ് ക്ലൈമറ്റ് പറഞ്ഞു, സ്പേസിംഗ് പറഞ്ഞു, വെറൈറ്റീസ് പറഞ്ഞു, അതിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ, നിയന്ത്രൺ, നോർമൽ നിയന്ത്രൺ പറഞ്ഞു, അതുപോലെ തന്നെ പാളയംകോടൻ, പിന്നെ മറ്റ് വെറൈറ്റീസ് പറഞ്ഞു, ടിഷ്യൂ കൾച്ചർ ബനാന പറഞ്ഞു, അതിന്റെ സ്പേസിംഗ്, അതിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസ് ഉണ്ട്, ഡീനേവലിംഗ്, ഡീസക്കറിംഗ്, മട്ടോക്കിംഗ്, ക്രോപ്പിംഗ്, ബഞ്ച് കവറിങ്, ഇന്റർ ക്രോപ്പിംഗ്, അതുപോലെ എർത്തിങ്, മൾച്ചിങ്, അങ്ങനെ കുറച്ച് ഇന്റർ കൾച്ചറൽ ഓപ്പറേഷൻസ് പറഞ്ഞു. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെസ്റ്റ് ആൻഡ് ഡിസീസ്, സ്യൂഡോസ്റ്റം വീവുള്, അതുപോലെ തന്നെ റൈസോ വീവുള്. ദെൻ ഡിസീസ് വരുമ്പോഴത്തേക്കും സിഗോട്ടോക്ക ലീഫ് സ്പോട്ട്, അതൊരു ഫംഗൽ ഡിസീസ് ആണ്. മൈക്കോസ്പെറില്ല എന്ന് പറയുന്ന ഫംഗസ് ആണ് കോസ് ചെയ്യുന്നത്. വൈറൽ ഡിസീസ് വരുമ്പോഴത്തേക്കും ബനാന ബഞ്ചി ടോപ്പ്, അത് എഫിഡ്സ് കോസ് ചെയ്യുന്നു. ദെൻ കൊക്കൻ ഡിസീസ്, അതുപോലെ ബനാന സ്ട്രീക്ക് ഡിസീസ്, അങ്ങനെ പിന്നെ ഇൻഫെക്ഷ്യസ് ക്ലോറോസിസ് എന്നൊക്കെ പറഞ്ഞ് കുക്കുംബർ മൊസൈക് വൈറസ്. അതിനകത്ത് ഓപ്ഷൻ ബി കോസ് ചെയ്യുന്ന കുക്കുംബർ മൊസൈക് വൈറസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ക്ലോറോസിസ് ആണ് ഉണ്ടാക്കുന്നത്, കോസ് ചെയ്യുന്ന അസുഖം. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് എന്തെന്ന് പറയുന്നത് ബനാനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഏകദേശം നമ്മുടെ POP നിങ്ങൾ ഒരു തവണ വായിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ രജിസ്റ്റേർഡ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്രോപ്പിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്രോപ്പ് വരുമ്പോഴത്തേക്കും ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നോക്കാം. വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ആസ് ആപ്പിൾ ഓഫ് ദ ട്രോപ്പിക്സ് ഓർ പുവർമാൻസ് ആപ്പിൾ? ആപ്പിൾ ഓഫ് ദ ട്രോപ്പിക്സ് അല്ലെങ്കിൽ പുവർമാൻസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ക്രോപ്പ് ഏതാണ്? ഓപ്ഷൻ എ ബനാന, ദെൻ ആപ്പിൾ, ഗുവാവ, ജാക്ക് ഫ്രൂട്ട്. ഏതാണ്? ഗുവാവയാണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പം പേരയ്ക്കാനാണ് നമ്മൾ ആപ്പിൾ ഓഫ് ദ ട്രോപ്പിക്സ് അല്ലെങ്കിൽ പുവർമാൻസ് ആപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ ചെറിയ നമ്മൾ ബനാനയെ പറയുന്ന ആപ്പിൾ ഓഫ് പാരഡൈസ് എന്ന് ഞാൻ നേരത്തെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രോപ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് സയന്റിഫിക് നെയിം ഓഫ് ഗോവ? ഗോവയുടെ സയന്റിഫിക് നെയിം ഏതാണ്? പേരയുടെ സയന്റിഫിക് നെയിം 4 ഓപ്ഷൻസ് ഉണ്ട്. സിഡിയം ഗുവാജാവ, ദെൻ ഫിൻലാന്തസ് എംബ്ലിക്ക, അട്രോകാർപ്പസ് ഹെട്രോഫിലസ് ദെൻ മാഞ്ചിഫെറ ഇൻഡിക്ക. ഇതിനകത്ത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ പറയുന്നത് സിഡിയം ഗുവാജാവ. അപ്പൊ അതിന്റെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കി. ഓപ്ഷൻ ബി എന്താ? ഫിൻലാന്തസ് എംബ്ലിക്ക എന്ന് പറയുന്നത് എന്തിന്റെ സയന്റിഫിക് നെയിം ആയിരുന്നു? ഗൂസ്ബെറി. ഇന്ത്യൻ ഗൂസ്ബെറി. ഇന്ത്യൻ ഗൂസ്ബെറി, നമ്മുടെ നെല്ലിക്ക. ഓപ്ഷൻ സി എന്താ? ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. ജാക്ക് ഫ്രൂട്ട്.
ജാക്ക് ഫ്രൂട്ട് ആണ് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്ന് പറയുന്നത്. ഇനി അതായത് നമ്മുടെ ചക്ക, ഇനി ആർട്ടോകാർപ്പസ് ഹിർസ്യൂട്ടസ് എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മുടെ ആഞ്ഞിലിച്ചക്ക ഉണ്ട്, ആഞ്ഞിലിച്ചക്കയാണ്. ജസ്റ്റ് ഇതിന്റെ കൂടെ നമുക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ POP ഇല്ല, അതൊക്കെ മൈനർ ക്രോപ്സ് ആണ്. ജസ്റ്റ് പറഞ്ഞത് എവിടെയെങ്കിലും ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകത്തുള്ളൂ. ഹെട്രോഫിലസ് വരുന്നതാണ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിന് മറ്റൊരു പ്രത്യേകത എന്താ, നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന്റെ എന്താ സ്റ്റേറ്റ് ഫ്രൂട്ട്. സ്റ്റേറ്റ് ഫ്രൂട്ട്, നമ്മുടെ ഒഫീഷ്യൽ ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫ്രൂട്ട് ആണ് എന്ന് പറയുന്നത് ചക്ക അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഡിയിലെ മാഞ്ചിഫെറ ഇൻഡിക്ക, അത് ഏത് ക്രോപ്പിന്റെ സയന്റിഫിക് നെയിം ആണ്? മാംഗോ. മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ് മാഞ്ചിഫെറ ഇൻഡിക്ക. മാംഗോ നമ്മൾ എന്തെന്ന് പറഞ്ഞ അറിയപ്പെടുന്നത്? കിങ് ഓഫ് ഫ്രൂട്ട്സ്. കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് നമ്മൾ മാംഗോയെ അറിയപ്പെടുന്നത് കേട്ടോ. കിങ് ഓഫ് ഫ്രൂട്ട്സ്. ഇപ്പൊ ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് ഏതാ? ഞാനിത് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലോ എവിടെയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിട്ട് എന്റെ ഒരു ഓർമ്മ. കിങ് ഓഫ് ഫ്രൂട്ട്സ് ആണ് മാഞ്ചിഫെറ ഇൻഡിക്ക മാംഗോ. ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് ഏതാ? മാംഗോസ്റ്റീൻ. യെസ്, മാംഗോസ്റ്റീൻ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, പിന്നെ നമുക്ക് ഗോവ ഈസ് വൈഡ്ലി പ്രൊപ്പഗേറ്റഡ് ബൈ, എങ്ങനെയാ നമ്മള് പേരക്കയുടെ കമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഏതാണ്? പാച്ച് ബെഡിങ് ആണോ, എയർ ലെയറിംഗ് ആണോ, സെർപെന്റൈൻ ലെയറിംഗ് ആണോ, സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് ആണോ? എയർ ലെയർ. എയർ ലെയറിംഗ് ആൻസർ പറയുന്നുണ്ട്. യെസ്, എയർ ലെയറിംഗ് ആണ് നമ്മൾ പേരയിൽ. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സിൽ എയർ ലെയറിംഗ് പറഞ്ഞപ്പം പേരയ്ക്ക അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞതാണ്. ബാക്കി നോക്കിയേ, സെർപെന്റൈൻ ലെയറിംഗ് നമ്മൾ ഏത് ക്രോപ്പിലാണ് പഠിച്ചത്? മറന്നു എല്ലാവരും? സെർപെന്റൈൻ ലെയറിംഗ് എവിടെയായിരുന്നു പഠിച്ചത്? സെർപെന്റൈൻ ലെയറിംഗ് ഏത് ക്രോപ്പിലാണ് നമ്മൾ? പെപ്പർ അല്ലേ? യെസ്, ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ. ഇനി പാച്ച് ബെഡിങ് വരുന്ന ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞു, പാച്ച് ബെഡിങ് കമേഴ്ഷ്യലി നമ്മൾ പറഞ്ഞൊരു ക്രോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. റബ്ബർ. യെസ്, റബ്ബർ വരുന്നുണ്ട്. സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് വരുന്ന പറഞ്ഞു, സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ്. കാഷ്യൂ. കാഷ്യൂ ഉണ്ട്. വേറെ ഒരു ക്രോപ്പ് കൂടെ പറഞ്ഞു, കാഷ്യൂ മാത്രമേ ഉള്ളൂ. കാഷ്യൂ ഉണ്ട്. കാഷ്യൂ കറക്റ്റ് ആണ്. നമുക്ക് മാംഗോയും പറയാം. മാംഗോയിൽ എപ്പിക്കോട്ടയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. കാഷ്യൂവിന്റെ കമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ. ഇതുപോലെ ഗോവയ്ക്ക് പകരം കാഷ്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്താണ്? സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് പേരയ്ക്കയെ പറ്റിയിട്ട് ഗോവയെ പറ്റിയിട്ട് ഒരൊറ്റ പേജേ ഉള്ളൂ നമ്മുടെ POP പ്രത്യേകിച്ച് പഴയതിൽ നിന്ന് കാര്യമായിട്ടൊന്നും തന്നെ അങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ടില്ല. അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്ലാന്റിംഗ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെക്കുക. അതായത് തടവെടുക്കുന്ന കാര്യം, എത്ര സ്പേസിങ്ങിൽ എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഗോവ വിൽറ്റ് വാട്ടം, അതൊരു രോഗമാണ്. ഫ്രൂട്ട് ഫ്ലൈ അറ്റാക്ക് മേജർ ആയിട്ടുള്ള ഒരു പെസ്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും അതിന്റെ സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കുക, അതിന്റെ പ്രൊപ്പഗേഷൻ, ഇവിടെ ഗസിന്റെ പ്രൊപ്പഗേഷൻ അറിഞ്ഞിരിക്കുക. അതായത് എയർ ലെയറിംഗ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? ചാമ്പക്കാട് ലാർജ് ഇസ് എ വെറൈറ്റി ഓഫ്. ചാമ്പക്കാട് ലാർജ് എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ. റോസ് ആപ്പിൾ, മാംഗോ, ഇന്ത്യൻ ഗൂസ്ബെറി, ഗോവ. എന്തിന്റെ വെറൈറ്റി ആണ്? ഇന്ത്യൻ ഗൂസ്ബെറി. ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓപ്ഷൻ സി. യെസ്, റൈറ്റ്. ഇന്ത്യൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പേരക്കയുടെ കുറച്ച് വെറൈറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. അലഹബാദ് സഫേദ, സർദാർ, ദാറ്റ് ഇസ് ലക്നോ 49, പിന്നെ റെഡ് ഫ്ലഷ്ഡ്. നമുക്കറിയാം നമ്മുടെ പേരയ്ക്ക് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ളത്? വൈറ്റ് ഫ്ലഷ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് നമ്മുടെ അതായത് റെഡ് കളറിലുള്ള റെഡ് ഫ്ലഷ്ഡും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ സഫേദ എന്ന് പറയുന്നത്, അലഹബാദ് സഫേദ എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലഷ് ഉള്ള പേരയ്ക്കാണ്. റെഡ് ഫ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്കും ചുവപ്പ് കളറിലുള്ളത്. അപ്പൊ രണ്ട് ഫ്ലഷ് ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്നതാണ്. വെറൈറ്റീസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടു, അത് നോക്കുക. പിന്നെ ഇന്ത്യൻ ഗൂസ്ബെറിയുടെ സയന്റിഫിക് നെയിം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇന്ത്യൻ ഗൂസ്ബെറിയുടെ സയന്റിഫിക് നെയിം? ഫിൻലാൻഡ് സിംബ്ലിക്ക. ഫിൻലാൻഡ് സിംബ്ലിക്ക ഈഫോബേസിയ ഫാമിലിയാണ്. അപ്പം ഇന്ത്യൻ ഗൂസ്ബെറി. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത് നമ്മുടെ നെല്ലി എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ചാമ്പക്കാട് ലാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് ഇന്ത്യൻ ഗൂസ്ബെറി. അത് കൂടാണ്ട് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ബനാറസി, കൃഷ്ണ, കാഞ്ചൻ എന്നൊക്കെ പറയുന്ന വെറൈറ്റീസും ഉണ്ട്.
അപ്പൊ അത്രയൊക്കെ അതിനകത്ത് നമുക്കൊരു സിംഗിൾ ഒരു പാരഗ്രാഫേ ഉള്ളൂ നമ്മുടെ POP പറയുന്നത്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മേജർ ക്രോപ്സിനകത്ത് ഈ പറയുന്ന ഇന്ത്യൻ ഗൂസ്ബെറി ഒന്നും വരുന്നില്ല. നമുക്ക് ഇങ്ങനെ ഓർഡർ എന്ന് പറയുന്നത് മാംഗോ, ബനാന, പൈനാപ്പിൾ, ഗ്രേപ്പ്, സിട്രസ് ആ ഒരു ഓർഡർ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അവസാനം ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയുന്നത് അണ്ടർ എക്സ്പ്ലോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനർ ഫ്രൂട്ട് ക്രോപ്സിനെ പറ്റിയിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈനർ ഫ്രൂട്ട് ക്രോപ്സിനകത്ത് വരും. അപ്പൊ അതും ജസ്റ്റ് അതിന്റെ അറ്റ്ലീസ്റ്റ് അതിന്റെ സയന്റിഫിക് നെയിമും ഫാമിലിയും പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്. ഇപ്പൊ ഈ പെട്ടെന്ന് ചാമ്പക്കാട് ലാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് ഇന്ത്യൻ ഗൂസ്ബെറി. അത് നമുക്ക് POP എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ ഗൂസ്ബെറിയെ പറ്റിയിട്ടുള്ളത്. അടുത്തത് നമുക്കിനി അടുത്ത ക്രോപ്പ് ജാക്ക് ഫ്രൂട്ട്. ചക്കയായിരുന്നു നമ്മുടെ സമയത്തായി 9:25. ഓക്കെ, ജാക്ക് ഫ്രൂട്ട് നോക്കാം. ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ജാക്ക് ഫ്രൂട്ടിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു കേൾക്കുകയുള്ളതെന്ന് പറഞ്ഞേ? അർത്തോകാർപ്പസ് ഹെറ്ററോഫിലസ്. യെസ്, ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. നമ്മുടെ കേരള കണ്ടീഷനിൽ എന്താണ് അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഏത് ഫാമിലി ആണെന്ന് അറിയാവോ? ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് ഏത് ഫാമിലി ആണെന്ന് അറിയാവോ ആർക്കെങ്കിലും? എനിവൺ, ആർക്കെങ്കിലും അറിയാവോ? ഫാമിലി ഓഫ് ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് മൊറേസി ആണ്. മൊറേസി നമുക്ക് ഇനി ഒരു സ്ലൈഡിൽ അത് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം മൊറേസി. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹൈലി സ്വീറ്റ് ജാക്ക് വെറൈറ്റി വിത്ത് അട്രാക്റ്റീവ് സൺസെറ്റ് ഓറഞ്ച് കളേർഡ് ഫ്ലേക്സ്. നമുക്കറിയാം നമ്മുടെ ചക്കയുടെ നമ്മുടെ ചക്കച്ചുള്ളയാണ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. ചക്കച്ചുള്ളയുടെ നമുക്ക് യൂഷ്വലി നമുക്ക് യെല്ലോ കളർ വരും. ഇതിനകത്ത് ഓറഞ്ച് കളർ വരുന്ന, നല്ല ഓറഞ്ച് കളർ വരുന്ന ചക്കയുടെ വെറൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മുട്ടൻ വരിക്കയാണോ, സിന്ദൂർ ആണോ, സിംഗപ്പൂർ ജാക്ക് ആണോ? ആൻഡ് ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ്. ഏതാണ്? സിന്ദൂർ ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ആൻസർ ഈസ് സിന്ദൂർ. നമുക്കറിയാം നമ്മുടെ ചക്ക നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ഫ്ലഷിന്റെ ഇതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് സോഫ്റ്റ് ഫ്ലഷ്ഡ്, നമ്മൾ കൂഴച്ചക്ക എന്ന് പറയും. കൂഴച്ചക്കയും വരിക്കച്ചക്കയും. കൂഴച്ചക്ക എന്ന് വെച്ചാൽ സോഫ്റ്റ് ഫ്ലഷ്ഡ്, കുറച്ചും കൂടെ ഫേം ആയിട്ടുള്ള ഫ്ലഷ്ഡ് നമ്മൾ വരിക്കച്ചക്ക എന്ന് പറയും. ഇനി നമുക്ക് POP കുറച്ച് വെറൈറ്റീസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുട്ടൻ വരിക്കയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടൻ വരിക്കയും നല്ല ഫേം ഫ്ലഷ്ഡ് ആണ്, സ്വീറ്റ് നല്ല മണമുള്ള വെറൈറ്റി ആണ്. സിന്ദൂറിന് ഒരു പ്രത്യേകത ഉള്ളത് ഓർത്തു വെക്കാം. ബാക്കിയെല്ലാം യെല്ലോ കളേർഡ് ഫ്ലേക്സ് ആണെങ്കിൽ ഇവിടെ ഓറഞ്ച് കളേർഡ് ഫ്ലേക്സ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള വെറൈറ്റീസിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, സിംഗപ്പൂർ അല്ലെങ്കിൽ ശ്രീലങ്ക ജാക്ക് എന്ന് പറയും. ഇറ്റ് ഈസ് എൻ ഇൻട്രൊഡ്യൂസ്ഡ് വെറൈറ്റി ഫ്രം ശ്രീലങ്കയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം പ്രധാനമായിട്ട് എനിക്ക് ഈ 3 വെറൈറ്റീസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. എവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ POP കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഞാൻ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഫേം ഫ്ലഷ്ഡ് ദാറ്റ് ഇസ് വരിക്ക ഈസ് ഹൈലി ടേസ്റ്റി, സ്വീറ്റ് ആൻഡ് ക്രിസ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് is Sindoor is a sweet variety with attractive sunset orange colored flakes, and Techipare 1A is a firm fleshed variety suitable for table purpose cooking and also for chips. ഇത്രയും 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിച്ചേ. പോയോ എല്ലാവരും? ഏതാണ് ആൻസർ? ഹലോ, ഒന്ന് ഗസ് ചെയ്തേ. അറിയത്തില്ല എങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ. നമ്മളിപ്പം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയല്ലേ ഉള്ളത്. ഹലോ, ആരും ഇല്ലേ? ഫസ്റ്റും സെക്കൻഡും ട്രൂ അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഓക്കെ, ഫേം ഫ്ലഷ്ഡ് ആണ് വരിക, ഹൈലി ടേസ്റ്റ് ആണ്, സ്വീറ്റ് ആണ്. സിന്ദൂറിന്റെ കാര്യം നമ്മൾ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു നിർത്തി. എന്താ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എവിടെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ? പീച്ചിപ്പാറ 1A എന്ന് പറയുന്നത് അതൊരു ജാക്കിന്റെ വെറൈറ്റി ആണോ? ആർക്കെങ്കിലും അറിയോ? അറിയില്ല മാഡം. അറിയത്തില്ല. അപ്പൊ നമ്മുടെ പുതിയ POP അത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ജാക്കിന്റെ കേസിൽ ഈ പീച്ചിപ്പാറ 1A എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഫേം ഫ്ലഷ്ഡ് ഒരു വരിക്കച്ചക്കയുടെ വെറൈറ്റി തന്നെയാണ്. അത് ടേബിൾ പർപ്പസ്, അതായത് ടേബിൾ പർപ്പസ് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും, നമുക്ക് ചക്ക അവിയൽ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യാനും, ഇങ്ങനത്തെ അതുപോലെ ചക്ക വറ്റല് നമ്മുടെ ചിപ്സ് അങ്ങനെ പ്രോസസിങ് ആസ്പെക്ട് ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. നമ്മുടെ പുതിയ POP അത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്താണ്? 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ
ഓപ്ഷൻ എ 1, 2, 3 ആർ ട്രൂ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രാ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ മുട്ടൻ വരിക്ക, അതുപോലെ സിംഗപ്പൂർ ജാക്ക്, സിന്ദൂർ കഴിഞ്ഞ നെക്സ്റ്റ് നാലാമത്തെ ആയിട്ട് പേച്ചിപ്പാറ 1A കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മളിപ്പം ജാക്കിനകത്തും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് കാര്യങ്ങൾ ഞാൻ കുഴി എടുക്കുന്നത് അല്ലെങ്കിൽ തടം അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ നമുക്ക് വായിച്ചു വെക്കാൻ മനസ്സിലാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ POP എല്ലാം ബാക്കി അതിന്റെ പ്രൊപ്പഗേഷൻ അല്ല അതിന്റെ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് ഒരിക്കലും ഒന്ന് വായിച്ചു വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് സിട്രസ് ആണ്. സിട്രസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കതൊരു ഗ്രൂപ്പാണ്. സിട്രസ് ആക്ച്വലി ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ഓറഞ്ച് എന്നൊക്കെ പറയാം. നമ്മൾ ഒറ്റയ്ക്ക് ഓറഞ്ച് എന്ന് പറയുന്നെങ്കിൽ ആ സിട്രസ് ഗ്രൂപ്പ് ആക്ച്വലി ഒരു വലിയൊരു ഗ്രൂപ്പാണ്. അതിനകത്ത് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആക്ച്വലി സിട്രസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിലബസിൽ സിട്രസ് എടുത്ത് പറയുന്നുണ്ട്. അതിനകത്ത് സ്പീഷ്യസ്, അതിന്റെ പ്രൊപ്പഗേഷൻ ആസ്പെക്ട്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാക്സോണമിക് ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് ടാക്സോണമി ഓഫ് സിട്രസ് നിങ്ങൾക്ക് പഠിക്കാന്ന് പറയുന്നതും കുറെ അധികം പേരുകൾ സ്പീഷീസ് ഉണ്ടായിരിക്കും. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് പറയുന്നുണ്ട്. നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കേണ്ടത് ഞാനത് പറഞ്ഞുതരാം. ഞാൻ ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിൽ സിട്രസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്താണ് ഫാമിലി ഓഫ് സിട്രസ്? സിട്രസിന്റെ ഫാമിലി ഏതാണ്? മൊറേസിയാണോ, മ്യൂസിക്സിയാണോ, റൂട്ടേസിയാണോ? ഓപ്ഷൻ സി റൂട്ടേസിയ. അപ്പൊ ഓപ്ഷൻ എ നമ്മൾ നേരത്തെ പറഞ്ഞു. മൊറേസിയക്കകത്ത് വരുന്ന ക്രോപ്പ് ഏതാണ്? ഇമ്പോർട്ടന്റ് ക്രോപ്പ് ഏതാ? ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ഫിഗ്, ജാക്ക് ഫ്രൂട്ട്, ആഞ്ഞിലിച്ചക്ക ഇതൊക്കെ വരുന്നത് മൊറേസിയക്കകത്താണ് കേട്ടോ. അതിന് നമ്മൾ കോമൺലി മൊറേഷ്യസ് ഫ്രൂട്ട്സ് എന്ന് പറയും. ഈ ഓപ്ഷൻ ബിക്കകത്തുള്ള മ്യൂസേസിയക്കകത്ത് വരുന്ന എന്തായിരുന്നു? ബനാന. നമ്മൾ ബനാനയുടെ സയന്റിഫിക് നെയിം മ്യൂസ സ്പീഷീസ് എന്നുള്ളൂ. മ്യൂസേസിയ. റൂട്ടേസിയ ആണ് ഫാമിലി ഓഫ് സിട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഇൻ സിട്രസ്. സിട്രസിലെ ഫ്രൂട്ട് ടൈപ്പ്. സിട്രസിന്റെ ഫ്രൂട്ട് ടൈപ്പ് ഏതാണെന്നാണ്. നമുക്ക് ഓരോ ഫ്രൂട്ടിന്റെയും ഫ്രൂട്ട് ടൈപ്പ് ഉണ്ട്. അതിന്റെ ബൊട്ടാണിക്കൽ ഫ്രൂട്ട് ടൈപ്പ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ബെറി, ഡ്രൂപ്പ്, ഹെസ്പെറിഡിയം ആൻഡ് സോറോസിസ്. ഏതാണ് ആൻസർ? അറിയാവോ? എനിവൺ? ആർക്കെങ്കിലും അറിയോ? ഒന്ന് ഗസ് ചെയ്ത് നിങ്ങള്. ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഇൻ സിട്രസ് ഗസ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ സമയം 9:30 ആയി. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. നമുക്ക് അതുകൂടെ ഡിസ്കസ് ചെയ്ത് തീർത്തേക്കാം. ഏതാണ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്? ഒന്ന് ഗസ് ചെയ്തേ. ഹെസ്പെറിഡിയാണോ? ഹെസ്പെറിഡിയം എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് അതിന് മുന്നേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട്സ് ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ആൻസർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആൻസർ എന്ന് പറയുന്നത് ഹെസ്പെറിഡിയം തന്നെയാണ്. അപ്പൊ ഈ ഒരു ആസ്പെക്ടിൽ നമുക്ക് ഫ്രൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് നോക്കാം. ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട് ടൈപ്സ് നമുക്ക് പല എക്സാമുകൾക്കും ഓപ്ഷൻസിലൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട് നമുക്കറിയാം ഇറ്റ് ഇസ് എ മെച്യൂർഡ് ഓവറിയാണ് നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്രൂട്ടിനെ പ്രധാനമായിട്ടും ട്രൂ ഫ്രൂട്ട് എന്നും അതുപോലെ തന്നെ സ്യൂഡോ ഫ്രൂട്ട് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രൂ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രൂട്ട് എന്താണ്? മെച്യൂർഡ് ഓവറിയാണ്. അപ്പൊ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട് ഡെവലപ്പിംഗ് ഫ്രം ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് മാംഗോ, ബനാന, സിട്രസ്. ഇതെല്ലാം തന്നെയും ഡയറക്റ്റ് ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഓരോ ഫ്രൂട്ടിന്റെയും ടൈപ്പ് വ്യത്യാസമാണ്. മാംഗോയുടെ ഫ്രൂട്ടിൽ നിന്ന് ഡ്രൂപ്പ് എന്ന് പറയുന്നു, ബനാന ആണെങ്കിൽ ബെറി എന്ന് പറയുന്നു, സിട്രസ് ആണെങ്കിൽ ഹെസ്പെറിഡിയം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഇൻ സിട്രസ് പറയുന്നത് ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഹെസ്പെറിഡിയം ആണ്. ഇനി ഓപ്ഷൻ ഡിയിൽ സോറോസിസ് ഉണ്ട്. സോറോസിസ് ഒക്കെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കണം. അത് നമുക്ക് ഇനി വരുന്ന സ്ലൈഡിലുണ്ട്. അപ്പൊ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്. ഇനി സ്യൂഡോ എന്ന് വെച്ചാൽ എന്താ? സ്യൂഡോ മീൻസ് ഫാൾസ് എന്നാണ്. അപ്പം ബാക്കിയെല്ലാം ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഓവറി അല്ലാതെ ബാക്കി എവിടുന്നെങ്കിലും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം എന്താണ്? സ്യൂഡോ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്പീരിയസ് ഫ്രൂട്ട്. ഫ്രൂട്ട് ദാറ്റ് ഇസ് ഡെവലപ്പിംഗ് ഫ്രം ഫ്ലോറൽ പാർട്സ് അതർ ദാൻ ഓവറി. ഓവറിൽ നിന്നല്ലാതെ ബാക്കി നമ്മുടെ എവിടെയെങ്കിലും ഭാഗത്തുനിന്ന്. ഇപ്പൊ തലാമസ് ആണെങ്കിൽ അത് ആപ്പിൾ എന്ന് പറയുന്നു. ഇനി ഇൻഫ്ലോറസൻസിൽ നിന്നാണെങ്കിൽ പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ഫിഗ്. ഇപ്പം റിസപ്റ്റക്കിൾ ആണെങ്കിൽ ഗോവ, റോസാപ്പിൾ ഒക്കെ. അപ്പൊ ജസ്റ്റ് 2 തരത്തിൽ അറിഞ്ഞിരിക്കുക. ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിന് ട്രൂ ഫ്രൂട്ട് എന്നും ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്യൂഡോ ഫ്രൂട്ട് എന്നും പറയുന്നു. ഓക്കെ,
ഇനി നമുക്ക് ഈ ഡെവലപ്മെന്റ് അനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ടും സിമ്പിൾ എന്നും അതുപോലെ തന്നെ കോമ്പൗണ്ട് എന്നും ഫ്രൂട്ടിനെ തരംതിരിക്കാം. ഒന്നാമത്തത് സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം സിംഗിൾ ഓവറി ഓഫ് വൺ ഫ്ലവർ, അതായത് ഒരു ഫ്ലവറിന്റെ ഒരു ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് സിംഗിൾ ഫ്ലവർ. അപ്പൊ നോക്കിയോ, ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സിമ്പിൾ ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഒരൊറ്റ ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവറിൽ എന്തുണ്ട്, ഓരോ ഓവറി ഉണ്ട്, ആ ഓരോ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ആ പേര് പോലെ തന്നെ സിമ്പിൾ ഫ്രൂട്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഫ്രൂട്ട്. കോമ്പൗണ്ട് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. കോമ്പൗണ്ട് ഫ്രൂട്ടിനകത്ത് രണ്ട് തരത്തിലുണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ടും ഉണ്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ടും ഉണ്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം സെവറൽ ഓവറീസ് ഓഫ് എ സിംഗിൾ ഫ്ലവർ. ഒരു ഫ്ലവറിന് തന്നെ കുറെ ഓവറീസ് ഉണ്ടായിരിക്കും, ആ ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നതാണ് അനോനേഷ്യസ് ഫ്രൂട്ട്. അനോനേഷ്യസ് ഫ്രൂട്ട് നമ്മുടെ സീതപ്പഴമൊക്കെ എങ്ങനെയായിരിക്കുന്നത്, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അഗ്രിഗേറ്റ് ആയിട്ടില്ലേ ഫ്രൂട്ട്സ് ഇരിക്കുന്നത്. അപ്പം അത് ഒരു ഫ്ലവറിന്റെ പല ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താ, പലത്, അതായത് ഫ്രൂട്ട് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ്, അതായത് ഒരു ഇൻഫ്ലോറസൻസ് വെച്ച് എന്താ, പൂക്കളുടെ കൂട്ടമാണ് ഇൻഫ്ലോറസൻസ്. അപ്പൊ ആ ഒരു ഇൻഫ്ലോറസൻസിനകത്ത് ഒരുപാട് പൂക്കൾ എടുക്കും. അപ്പൊ ഓവറീസ് ഓഫ് സെവറൽ ഫ്ലവേഴ്സ്, അതായത് കുറെ ഫ്ലവേഴ്സിന്റെ ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഒരു സിംഗിൾ ഫ്ലവറിന്റെ സിംഗിൾ ഓവറിന് സിമ്പിൾ ഫ്രൂട്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ ആയി, ഇവിടെ നോക്കിയാൽ ഒരു ഫ്ലവർ ആണ്, ഒരു ഫ്ലവറിന്റെ മൾട്ടിപ്പിൾ ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇൻഫ്ലോറസൻസ് ആണ്, പൂക്കളുടെ ഒരു കൂട്ടമാണ്. ഇതിനകത്ത് എന്താണ്, പല ഫ്ലവേഴ്സ്, അതായത് മൾട്ടിപ്പിൾ ഓവറീസ് ഓഫ് മൾട്ടിപ്പിൾ ഫ്ലവേഴ്സ്, പല ഫ്ലവേഴ്സിന്റെ പല ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഫ്രൂട്ടിനകത്ത് ഈ രണ്ട് ടെർമിനോളജീസ് അറിഞ്ഞിരിക്കണം. അതായത് സൈക്കോണിയം, ഫിഗിന്റെ മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് നമ്മൾ സൈക്കോണിയം എന്ന് പറയും. സോറോസിസ്, ഈ സോറോസിസ് പല എക്സാംസിനും ഓപ്ഷൻസിൽ വന്നിട്ടുള്ളതാണ്. അതായത് ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ, മൾബറി, ഇതിന്റെ എല്ലാം ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. പൈനാപ്പിൾ ഒക്കെ നിങ്ങൾ കടച്ചക്ക അല്ലെങ്കിൽ കൈതച്ചക്ക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പൈനാപ്പിളിനകത്ത് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു അഗ്രിഗേഷൻ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പൊ ആ പൈനാപ്പിളിന്റെ ഒക്കെ ഫ്രൂട്ടിനെ നമ്മൾ പേരെടുത്ത് പറയുന്ന ഇമ്പോർട്ടന്റ് ആണ്. ആ ടിപ്പിക്കൽ ഫ്രൂട്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സോറോസിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പിക്ചറിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ആൻഡ് സിട്രസ് എന്ന് പറയുന്നത് ഹെസ്പെറേഡിയം ആണ്. ബെറി നമുക്ക് ബനാനയിൽ വരുന്നുണ്ട്. ഡ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാംഗോയിൽ വരുന്നുണ്ട്. സോറോസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പൈനാപ്പിൾ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട്, മൾബറി, ബ്രെഡ് ഫ്രൂട്ട് ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിട്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന ഓറഞ്ച് മാത്രമല്ല, കുറെ അധികം ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സ്പീഷീസ് വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് സിട്രസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് സ്പീഷീസിന്റെ പേരുകൾ, ഇതിന്റെ സയന്റിഫിക് നെയിം, കോമൺ നെയിമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള പേര് ഒരു പക്ഷെ ചിലപ്പോൾ ഇതിന്റെ തിയറി നമുക്ക് ഡീവിയായിട്ടുണ്ട്, ഇത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒന്ന് ഗസ് ചെയ്തേ. സിട്രസ് റെറ്റിക്കുലേറ്റ മന്ദാരിൻ ഓറഞ്ച്, സിട്രസ് സൈനൻസ് സ്വീറ്റ് ഓറഞ്ച്, സിട്രസ് ഓറഞ്ചിഫോളിയ ആസിഡ് ലൈം, സിട്രസ് ഗ്രാൻഡിസ് ഗ്രേപ്പ് ഫ്രൂട്ട്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ്, തെറ്റായിട്ട് പെയർ ചെയ്തേക്കുന്നത് ഏതാണ്? ജസ്റ്റ് ഗസ് ചെയ്തോ. ഗസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഒന്ന് കറക്കി കുത്തി നോക്കിയേ ഏത് ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് പറ, ഒന്ന് ഗസ് ചെയ്യും, നമ്മുടെ സമയം പോന്നു. ആർക്കും ഗസ് ചെയ്യാൻ വയ്യേ? ഞാൻ പേര് വിളിക്കണോ? ഒന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയേ. ആരും മിണ്ടുന്നില്ല, എല്ലാവർക്കും ക്ലാസ് 9:30 കഴിഞ്ഞിട്ട് മടുത്തിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ സി, ദാറ്റ് ഇസ് സിട്രസ് ഗ്രാൻഡിസ് എന്ന് പറയുന്നത് പ്യുമെല്ലോ. നമ്മുടെ വീട്ടിലൊക്കെയുള്ള നമ്മള് കംപ്ലിമൂസ് എന്ന് പറയത്തില്ലേ, കംപ്ലിമൂസ് പറയുന്ന വലിയ ഫ്രൂട്ടാണ് പ്യുമെല്ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്യുമെല്ലോ വരുന്നതാണ് സിട്രസ് ഗ്രാൻഡിസ്. അപ്പം ഗ്രാൻഡ് എന്ന് ആലോചിക്കാം, ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ വലുതാണ്, അപ്പം വലിയ ഫ്രൂട്ട് വരുന്നത് സിട്രസ് ഗ്രാൻഡിസ് എന്ന് ആലോചിക്കാം. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് സിട്രസ് പാരഡൈസിൽ വരുന്നത്. അപ്പൊ ഈ എല്ലാ സിട്രസ് ജീനസ് ആണ്. ഈ സ്പീഷ്യസ് ഇമ്പോർട്ടന്റ് ആണ്, ഓരോരോ സ്പീഷ്യസ്. അപ്പൊ നമ്മുടെ സിലബസിൽ ആ സ്പീഷ്യസ് എടുത്ത് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കാണിക്കാൻ കാരണം. അപ്പൊ ജസ്റ്റ് ഇനി വരുന്ന സ്ലൈഡുകൾ ഞാൻ മസ്റ്റ് ആയിട്ടും നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ എടുത്തങ്ങോട്ട് പറയത്തില്ല, കാരണം കുറെ അധികം സയന്റിഫിക് നെയിംസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച്
ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് സിട്രസ്, ഗ്രാൻഡിസ്, പിമെല്ലോ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിട്രസിന്റെ ഗ്രൂപ്പ്സ് ഉണ്ട്. അത് വരുമ്പോൾ നിങ്ങൾ അതൊന്ന് വേണം നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ. ഇപ്പൊ ടാക്സോണമി പറയുമ്പോഴത്തേക്കും ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ എന്ന് പറയുന്ന സയന്റിസ്റ്റും ക്ലാസിഫൈ ചെയ്ത് യു സിട്രസും പെപ്പൈഡ എന്നും പറഞ്ഞിട്ടാണ്. യു സിട്രസ് എന്ന് പറയുന്നത് യു മീൻസ് ട്രൂ എന്നാണ്, ശരിക്കുള്ള, അതായത് ഓൾ കൾട്ടിവേറ്റഡ് സ്പീഷീസ്, എല്ലാ കൾട്ടിവേറ്റഡ് എഡിബിൾ സ്പീഷീസും വരുന്നത് യു സിട്രസിലാണെന്ന് ഓർത്തിരിക്കുക. നോൺ എഡിബിൾ ആയിട്ടുള്ള എന്താ പറയാ സ്പീഷീസ് വരുന്നത്, വൈൽഡ് ആയിട്ടുള്ള സ്പീഷീസ് പെപ്പൈഡയിൽ വരുന്നത് മറന്നിരിക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ യു സിട്രസിലും പെപ്പൈഡയിലും വരുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഈ സിട്രസ് റെറ്റിക്കുലേറ്റ എന്ന് പറയുന്നത് നമ്മുടെ മന്ദാരിൻ ഓറഞ്ച് നമുക്ക് മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ, അല്ലെങ്കിൽ നമ്മുടെ കേരള കണ്ടീഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമ്മുടെ POP കൊടുത്തിരിക്കുന്നതും സിട്രസ് റെറ്റിക്കുലേറ്റ ആണ്. ദെൻ സിട്രസ് സൈനൻസ് എന്ന് പറയുന്നത് എസ് വെച്ച് കൊടുത്തിരിക്കും, S4S, ദാറ്റ് ഈസ് സൈനൻസ് സ്വീറ്റ് ഓറഞ്ച് ആണ്. സിട്രസ് ഓറഞ്ചിഫോളിയ A4A അങ്ങനെ ഓർത്തിരിക്കുക, ഓറഞ്ചിഫോളിയ ആസിഡ് ലൈം. ദെൻ സിട്രസ് ഗ്രാൻഡിസ് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ളത്, കുറച്ച് വലുത്, അതായത് പിമെല്ലോ. ദെൻ സിട്രസ് പാരഡൈസ് ഗ്രേപ്പ് ഫ്രൂട്ട്. ദെൻ സിട്രസ് ഓറഞ്ചിയം, സോർ ഓറഞ്ച്. നമ്മുടെ ലെമൺ ഒക്കെ നമുക്ക് സിട്രസ് ലിമോൺ എന്ന് ഓർത്തിരിക്കാം. അപ്പൊ എല്ലാ പേരുകളും ഞാൻ വായിക്കുന്നില്ല. ഇപ്പൊ ഈ പപ്പയുടേത് വരുന്നത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത്രയും ഹൈ ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരില്ലായിരിക്കും. പക്ഷെ യു സിട്രസിൽ വരുന്ന ഈ ചെറിയ ചെറിയ പേരുകൾ, സൈലൻസിസ്, ഓറഞ്ച് ഫുള്ള്, ഗ്രാൻഡിസ്, അത്തരത്തിലുള്ള പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇതും മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ ഈ ഹോർട്ടിക്കൾച്ചറൽ ക്ലാസിഫിക്കേഷൻ, ആരാണ് ഹോർട്ടിക്കൾച്ചറൽ ക്ലാസിഫിക്കേഷൻ? സിട്രസിനെ തന്നെ നമുക്ക് പലതരത്തില് പല ആൾക്കാർ, പല സയന്റിസ്റ്റുകളും, നമുക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിഗിൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അല്ലാണ്ട് ഇതിനിടയ്ക്ക് തനേക്ക, അങ്ങനെ കുറെ അധികം സയന്റിസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട. ഇപ്പൊ ഹോട്ട്സൺ എന്നുള്ള ഈ പേര് ജസ്റ്റ് ഓർത്തിരിക്കുക, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഹോർട്ടിക്കൾച്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി അനുസരിച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആരാണ് ക്ലാസിഫൈ ചെയ്തത് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ. ഇതിനകത്ത് ആസിഡ് ഗ്രൂപ്പിനകത്താണ് നമ്മുടെ ഈ ലിമൺ ഒക്കെ വരുന്നത്, ദാറ്റ് ഇസ് സിട്രസ് ലിമോൺ, ദാറ്റ് ഇസ് ലെമൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ലെമൺ ഒക്കെ നമുക്ക് കോമൺ അല്ലേ, വളരെ കോമൺ ആണ്. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ആ സ്പീഷീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ദെൻ നമ്മുടെ സോർ ഓറഞ്ച്, സ്വീറ്റ് ഓറഞ്ച് നമുക്ക് പറഞ്ഞു സൈനൻസിസ്, S4S അങ്ങനെ ഓർത്ത് വെക്കാം. ബാക്കി ഇപ്പൊ ഈ പറഞ്ഞൊക്കെ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞതാണ്. സിട്രസ് റെറ്റിക്കുലേറ്റ് പറഞ്ഞു, മന്ദാരിൻ ഓറഞ്ച്. പിന്നെ ഈ അതേഴ്സിനകത്ത് വരുന്നത് ഈ പറയുന്ന പേരുകളൊന്നും പഠിക്കാൻ ഞാൻ പറയത്തില്ല. ദെൻ സിട്രസ് നൊബിലിസ് എന്ന് പറയുന്നത് ഒരു ക്രോസ് ആണ് റെറ്റിക്കുലേറ്റയുടെയും സൈലൻസിനും, അതായത് മന്ദാരിൻ ഓറഞ്ചും സ്വീറ്റ് ഓറഞ്ചും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഈ പിമെല്ലോ ഗ്രൂപ്പിലെ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചു. സിട്രസ് പാരഡൈസി എന്ന് പറയുന്ന ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. സിട്രസ് ഗ്രാൻഡിസ് പിമെല്ലോ അല്ലെങ്കിൽ ഷാഡോ, അതായത് നമ്മുടെ വീട്ടിലെ കമ്പിളി മൂസ് എന്നൊക്കെ പറയത്തില്ല, വലിയ നാരകം, അതാണ് സിട്രസ് ഗ്രാൻഡിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്പീഷീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് മസ്റ്റ് ആയിട്ടും പഠിക്കാനായിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇതെല്ലാം കാണാതെ പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായി, കാരണം നമുക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ പറയത്തില്ല, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓർത്ത് വെക്കാം. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.